ഹലോ, വെൽക്കം ടു പ്രിയാമ്പിൾ. ജോഗ്രഫി ടോപ്പിക്കിൻ്റെ ജനറൽ ജോഗ്രഫി പോർഷനിൽ അറ്റ്മോസ്ഫിയർ എന്നുള്ള ഏരിയ, അതിൽ തന്നെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിൻഡ്സ് ആൻഡ് ടൈപ്സ് ഓഫ് വിൻഡ്സ്. സോ വിൻഡ്സിനെ പറ്റിയിട്ടൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും സോഫാർ. വിൻഡ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിൻഡ് മീൻസ് ദർ വിൽ ബി എ ലോ പ്രഷർ റീജിയൻ ആൻഡ് ദർ വിൽ ബി ഹൈ പ്രഷർ റീജിയൻ. ഇപ്പം എയർ ചൂടാവുന്ന കാരണത്താലായിട്ട് ആ ഭാഗത്ത് ഒരു ലോ പ്രഷർ ഏരിയ ക്രിയേറ്റ് ചെയ്യുന്നു. സറൗണ്ടിങ് ആയിട്ടുള്ള ഹൈ പ്രഷറിൽ നിന്നും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള കാരണത്താലായിട്ട് എന്താണ് വിൻഡായിട്ട്, അതായത് എയറിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന മൂവ്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിൻഡ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി അത്രയേ ഉള്ളൂ വിൻഡ് എന്ന് പറയുന്നത്. ദർ ഇസ് എ പ്രഷർ ഡിഫറൻസ് ആൻഡ് ദർ വിൽ ബി എ മൂവ്മെൻറ്റ് ഓഫ് എയർ മോളിക്യൂൾസ് ആൻഡ് വിൽ കോൾ ഇറ്റ് ബൈ ദ നെയിം വിൻഡ്. ഇനി നമ്മൾ വിൻഡ്സിൻ്റെ ടൈപ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും, അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പം കേരളത്തിലൊക്കെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിൻഡി ക്ലൈമറ്റ് എന്ന് പറയുന്ന ഒരു ക്ലൈമറ്റ് നമുക്ക് എപ്പോഴും അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് യൂഷ്വലി എന്താണ്, നമ്മുടെ സീസണുകൾ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, ചില സമയത്ത് നല്ല കാറ്റോട് കൂടിയിട്ടുള്ള മഴ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ദെൻ സമ്മർ ടൈമിലും ചില സമയത്ത് ചുഴലി പോലത്തെ ടൈപ്പ് ഓഫ് വിൻഡ്സും ഉണ്ടായിട്ടുണ്ട്. ഒരു റൊട്ടേറ്റിംഗ് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റിലുള്ള വിൻഡ്സും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കാഴ്ചയിൽ മാത്രം നമ്മളിപ്പോൾ ഓപ്പൺ ഗ്രൗണ്ടിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ എന്താണ് അങ്ങനെയൊക്കെയുള്ള സംഭവ വികാസങ്ങൾ, അത് തന്നെ കൗതുകമാണ് നമുക്ക്. കാരണം വല്ലപ്പോഴുമാണ് അത് സംഭവിക്കുന്നത്. അത് തന്നെ വലിയ ഇൻറ്റൻസിറ്റിയിലൊന്നുമല്ല, കാഴ്ചയ്ക്ക് വേണ്ടി മാത്രം ഇങ്ങനെ സർക്കുലേറ്റിംഗ് ആയിട്ടുള്ള വിൻഡ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് വിൻഡ്സിൻ്റെ ടൈപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താണ്, ഇപ്പോൾ ബ്രീസസ് എന്നുള്ള അർത്ഥത്തിൽ വളരെ മന്ദമാരുതൻ, ദെൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് നല്ല കാറ്റ്, പിന്നെ ആ ഒരു നമ്മൾ ടേംസ് യൂസ് ചെയ്യുന്നില്ല കാരണം നമ്മൾ വിൻഡി ക്ലൈമറ്റ് അല്ലാത്തതുകൊണ്ട്. പിന്നെ നല്ല സ്പീഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊടുങ്കാറ്റുണ്ടാവുന്നു, ചുഴലിക്കാറ്റുണ്ടാവുന്നു, പക്ഷേ അങ്ങനെയൊക്കെയുള്ള പേരിൽ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ബ്രീസസ്, വിൻഡ്സിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ടൊക്കെ പല പേരിലും പറയും. ഇവിടെ നമ്മൾ ആ ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അല്ലാത്ത നമ്മുടെ ഭൂമിയിൽ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് വിൻഡ്സ് സംഭവിക്കാറുണ്ട്. അതിൻ്റെ ഒരു നേച്ചർ അനുസരിച്ചിട്ടുമൊക്കെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് വിൻഡ്സ് ആണ്. ഫസ്റ്റ്, ബേസിക്കലി വി ക്യാൻ ക്ലാസിഫൈ വിൻഡ്സ് ഇൻ ടു 4 ടൈപ്സ്. ഒരു 4 ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഒരു പ്ലാനറ്ററി ടൈപ്പ് ഓഫ് വിൻഡ് എന്നുള്ളൊരു രീതിയിൽ, ഒരു പ്രൈമറി സെറ്റ് ഓഫ് വിൻഡ്സ് എന്നുള്ളൊരു രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെക്കൻഡറി ടൈപ്പ് എന്നുള്ളൊരു രീതിയിൽ, സെക്കൻഡറി ടൈപ്പ് എന്ന് പറയുമ്പം അതിൽ നമുക്ക് ഈ ഒരു തരത്തിലുള്ള പീരിയോഡിക് എന്ന് പറയാൻ പറ്റുന്നൊരു സംഗതി അതിനകത്ത് വരുന്നുണ്ട്. എന്താണെന്നുള്ളത് വഴിയെ നമുക്ക് കാണാം. പിന്നെ വേരിയബിൾ ടൈപ്സ് ഓഫ് വിൻഡ്സ്, അങ്ങനെ നമുക്കൊരു വിൻഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്താണ് ഡിഫറെൻറ്റ് സെറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ പ്രൈമറി സെക്കൻഡറി എന്ന് പറയുന്ന ഒരു പേര് വരുമ്പോൾ തന്നെ എന്താണ്, പ്രൈമറി മീൻസ് എന്താണ്, പ്രഥമമായിട്ടുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ സുപ്പീരിയർ എന്നുള്ള അർത്ഥത്തിലാണ് ആ പ്രൈമറി എന്ന് പറയുന്ന ഒരു പേര് വരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ എന്താണ്, ആ വിൻഡ് കുറച്ചുകൂടി എന്താണ് ഗ്ലോബലി ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ചിലപ്പോൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ വൺസ് പ്ലാനറ്ററി വിൻഡ് എന്നുള്ളൊരു പേരിൽ അതിനെ വിളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, പ്രൈമറി വിൻഡ് എന്ന് പറയുന്ന ഒരു പേരിൽ നമ്മൾ വിളിക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ എന്താണ്, പ്രിവൈലിംഗ് വിൻഡ്സ്, അതായത് അതിനൊരു അന്ത്യമില്ല, പ്രിവൈൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, തുടർച്ചയായിക്കൊണ്ടേയിരിക്കുന്ന വിൻഡ്സ്, പ്രിവൈലിംഗ് വിൻഡ്സ് എന്ന് വിളിക്കുന്നുണ്ട്. പെർമനൻറ്റ് വിൻഡ്സ്, അത് തന്നെയാണത്, അവിടെ നിലനിൽക്കുന്ന വിൻഡ്സ്, പെർമനൻ്റ് ആയിട്ട് നിലനിൽക്കുന്ന വിൻഡ്സ്, അങ്ങനെയും നമ്മൾ പറയാറുണ്ട്. 4 P ആണല്ലേ, പ്ലാനറ്ററി വിൻഡ്, പ്രൈമറി വിൻഡ്സ്, പ്രിവൈലിംഗ് വിൻഡ്സ് ഓർ പെർമനൻറ്റ് വിൻഡ്സ് എന്നാണ് നമ്മളതിനെ വിളിക്കാറുള്ളത്. ഇനി എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. ആ ഡെഫിനിഷൻ ഈ 4 പേരിനെയും സാധൂകരിക്കുന്നതാണ്. ദ വിൻഡ് ബ്ലോയിങ് ത്രൂ ഔട്ട് ദ ഇയർ ഫ്രം വൺ ലാറ്റിറ്റ്യൂഡ് ടു അനദർ ഇൻ റെസ്പോൺസ് ടു ലാറ്റിറ്റ്യൂഡിനൽ ഡിഫറൻസസ് ഇൻ എയർ പ്രഷർ ആർ കോൾഡ് പ്ലാനറ്ററി വിൻഡ്സ് ഓർ പ്രിവൈലിംഗ് വിൻഡ്സ്. അപ്പോൾ എന്തിൻ്റെയോ റെസ്പോൺസ് കാരണത്താലായിട്ട് വർഷം മുഴുവനും ബ്ലോ ചെയ്യുന്ന വിൻഡിനെയാണ്. അപ്പോൾ എന്തിൻ്റെ റെസ്പോൺസാണ്, പ്രഷർ ചേഞ്ചസ് അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡിനനുസരിച്ച് കൊണ്ടുള്ള പ്രഷർ വേരിയേഷൻസ് ഉണ്ടായ കാരണത്താലായിട്ട്. അതിനെ നമ്മൾ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ എന്താണ്, നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചു കഴിഞ്ഞ പ്രഷർ ബെൽറ്റുകൾ. ഓക്കെ, നമ്മൾ എർത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടിരുന്നു, എർത്തിന് പ്രഷർ ബെൽറ്റുകൾ ഉണ്ടെന്ന്. ഏതൊക്കെയായിരുന്നു, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ, ദെൻ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ, ദെൻ പോളാർ ഹൈ. ഓക്കെ, ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോണിൽ വരുന്നു ഒരു ലോ പ്രഷർ ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു ഹൈ പ്രഷർ ഏരിയ ഉണ്ട്. അതെന്താണ്, സബ് ട്രോപ്പിക്കൽ ഹൈ ആണ്.
അത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു സബ് പോളാർ ലോ പ്രഷർ ഉണ്ട്, അതൊരു ലോ പ്രഷർ ഏരിയ ആണ്. ദെൻ ദർ ഈസ് എ ഹൈ പ്രഷർ ഏരിയ. അപ്പോൾ ഇങ്ങനെയുള്ള ലാറ്റിറ്റ്യൂഡുകൾക്കനുസരിച്ചിട്ടുള്ള എയർ പ്രഷറിൻ്റെ ആ ഒരു വേരിയേഷൻ അത് കാരണത്താൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രഷർ ബെൽറ്റുകൾ കാരണത്താലായിട്ട് ഒരു വർഷം മുഴുവനും ഭൂമിയിൽ വീശുന്ന ടൈപ്പ് ഓഫ് വിൻഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്ലാനറ്ററി വിൻഡ്സ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ മറ്റു പേരുകളും നമ്മൾ കണ്ടു. ദെൻ ഇത്തരത്തിൽ ഭൂമിയിൽ മുഴുവനായിട്ട് എയർ ഒരു വർഷം മുഴുവനായിട്ടുള്ള മൂവ്മെൻറ്റ് എത്തരത്തിലുള്ള വിൻഡ് ജനറേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ മറ്റൊരു പേര് കൂടി വിളിക്കാറുണ്ട്. ഈ ഒരു പാറ്റേണിനെ ജനറൽ സർക്കുലേഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് കൂടി നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ പ്ലാനറ്ററി വിൻഡ്സിൻ്റെ മൂവ്മെൻറ്റിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്, general circulation of atmosphere. Then this general circulation of atmosphere also sets in, അതെന്തിനും കൂടി കാരണമാവുന്നുണ്ട്, motion of ocean water circulation. ഓഷ്യൻ കറൻസിനെയൊക്കെ പറ്റിയിട്ടൊന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ലാർജ് മാസ് ഓഫ് വാട്ടർ, അതേപോലെ എന്താണ് കോണ്ടിനെൻറ്റ്സിൻ്റെ ഇടയിലായിട്ട് അല്ലെങ്കിൽ പല കോണ്ടിനെൻറ്റുകളിലൂടെയൊക്കെ ആയിട്ട് സീയിലൂടെ ലാർജർ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന, ഓഷ്യൻസിലൂടെ ലാർജർ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നൊരു മൂവ്മെൻറ്റിനാണ് നമ്മൾ ഓഷ്യൻ കറൻസ് എന്ന് വിളിക്കുന്നത്. ഇതിനൊക്കെ സെറ്റ് ചെയ്യുന്നത് ആരാണ്, ഇതിൻ്റെ ഒരു മോഷൻ സെറ്റ് ചെയ്യുന്നത് ഏതാണ്, ഈ പറയുന്ന രീതിയിൽ ഗ്ലോബലി വീശുന്ന വിൻഡുകളാണ്. കാരണം അതാണ് അത് ഒരു പെർട്ടിക്കുലർ ലാറ്റിറ്റ്യൂഡിൽ നിന്നും അടുത്തൊരു സെറ്റ് ഓഫ് ലാറ്റിറ്റ്യൂഡിലേക്കായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അത്തരത്തിലൊരു മൂവ്മെൻറ്റ് വാട്ടറിനും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ഓഫ് വിൻഡ്സിൻ്റെ തന്നെ പ്രസൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ പറയുന്ന ജനറൽ സർക്കുലേഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ ജസ്റ്റ് അറ്റ്മോസ്ഫിയറിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിനെ മാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫിനോമിനയല്ല. ഇതെന്ന് പറയുന്നത് എന്താണ്, അതിന് താഴെയുള്ള ഫ്രിക്ഷണൽ ഏരിയ ആണ് നമ്മുടെ ഗ്രൗണ്ടിൽ 2 to 3 കിലോമീറ്റേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, വിൻഡിന് ഫ്രിക്ഷൻ ഇഫക്റ്റ് കോസ് ചെയ്യുന്ന ഭാഗമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ തന്നെ ഓഷ്യൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ഫ്രിക്ഷൻ തീരെ ഇല്ലാത്ത ഭാഗങ്ങൾ. അപ്പോൾ അവിടെ എന്താണ്, അവിടെ വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റ് സെറ്റ് ചെയ്യുന്നതും ആരാണ്, ഈ പറയുന്ന തരത്തിലുള്ള ജനറൽ സർക്കുലേഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ പ്ലാനറ്ററി വിൻഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഓഷ്യൻ വാട്ടർ സർക്കുലേഷനും ഇനിഷ്യേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. നൗ വി ഹാവ് ഓൾറെഡി സീൻ അബൌട്ട് ദി ഡിഫറെൻറ്റ് പ്രഷർ ബെൽറ്റ് റീജിയൻസ്. ഇനി നമുക്ക് ആ പ്രഷർ ബെൽറ്റ് റീജിയനുകളിലേക്ക് എങ്ങനെയായിരിക്കാം വിൻഡ് മൂവ് ചെയ്യുന്നത് എന്ന് കൂടി നോക്കാം. ഇവിടെ നമ്മൾ തെർമലി ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ളതുമായ പ്രഷർ ബെൽറ്റുകൾ, ലോ പ്രഷർ ആൻഡ് ഹൈ പ്രഷർ റീജിയനെ പറ്റിയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇക്വേറ്ററിൽ ടെമ്പറേച്ചർ കൂടുതൽ വരുന്ന സ്ഥലമാണ്, അതുകൊണ്ട് അവിടെ ഒരു ലോ പ്രഷർ ഉണ്ടാവും. പോളാർ റീജിയണിൽ ഡെൻസർ ആയിട്ടുള്ള കോൾഡർ എയർ ആണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ ഉള്ളത്, അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഒരു ഹൈ പ്രഷറും ഉണ്ടാവും. അതിന് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷേ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് എന്താണ് ഒരു ലോ പ്രഷറും ഹൈ പ്രഷറും കൂടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ ചിന്തിക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് എയർ എക്സ്പാൻഡ് ചെയ്തിട്ട് ഉയർന്ന് മുകളിലേക്ക് പൊങ്ങണം. ഓക്കെ, ഇതിന് ആ ഉയർന്നു പൊങ്ങുന്ന എയർ എന്ന് പറയുന്നത് ഭൂമിയിലൂടെ സെറ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് പോളാർ റീജിയനിൽ ചെന്നിട്ട് താഴേക്ക് വരുന്നു, അതായത് ഡെൻസർ എയർ ആണ് താഴേക്ക് വരുന്നു. ദെൻ ഇതിൻ്റെ ഇടയിലായിട്ടൊരു മൂവ്മെൻറ്റ് വരുന്നു. ഇങ്ങനെ നമുക്ക് എന്താണ് ഒരു സെല്ല് കംപ്ലീറ്റ് ആവുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. പക്ഷെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലാർജർ സെൽ അല്ല അവിടെ വരുന്നത്. റാദർ എന്താണ് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള പ്രഷർ ബെൽറ്റുകൾക്കുള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ പ്രഷർ ബെൽറ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നത് ഭൂമിയുടെ റൊട്ടേഷനും ആ ഒരു എയറിൻ്റെ ആ ഒരു ഡൈനാമിക്കലായിട്ടുള്ള കാരണത്താലായിട്ടാണ്. അതായത് ഭൂമിയുടെ റൊട്ടേഷൻ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. അപ്പോൾ ഡൈനാമിക്കലി സെറ്റ് ചെയ്യുന്ന 2 സെറ്റ് ഓഫ് പ്രഷർ ബെൽറ്റ് കൂടി നമുക്കിവിടെ ഉണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത് ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷറും സബ് പോളാർ ലോ പ്രഷറും എന്ന് പറയുന്നത്. ഇനി ഈ പ്രഷർ ബെൽറ്റുകൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇവയുടെ ഇടയിൽ എങ്ങനെയായിരിക്കാം വിൻഡിൻ്റെ ബ്ലോ എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് നോർത്തേൺ ഹെമിസ്ഫിയർ വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഒന്ന് പഠിച്ചു നോക്കാം. അപ്പം നോർത്തേൺ ഹെമിസ്ഫിയറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി എ ലോ പ്രഷർ റീജിയൻ. ഇവിടെ ഒരു ലോ പ്രഷർ റീജിയൻ ഉണ്ട്, വിച്ച് ഈസ് ദ ITCZ വരുന്ന ഭാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് റീജിയൻ, ഡോൾഡ്രം എന്നും വിളിക്കുന്നുണ്ട്. പിന്നെ വരുന്നതാണ് സബ് പോളാർ ഹൈ പ്രഷർ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സബ് പോളാർ ഹൈ പ്രഷർ റീജിയനെ നമ്മൾ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്സ് എന്നും വിളിക്കാറുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആണ്. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ഹൈ പ്രഷർ റീജിയനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വിൻഡിൻ്റെ മൂവ്മെൻറ്റ്, അതായത് വിൻഡ് ഇങ്ങനെ താഴേക്കായിട്ട് ഇറങ്ങി വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. എയർ എക്സ്പാൻഡ് ചെയ്തിട്ട് എന്താണ് മുകളിലേക്ക് ഉയർന്നു പൊങ്ങി വിൻഡിൻ്റെ ഒരു മൂവ്മെൻറ്റും മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള എയറിനെ അവിടേക്ക് അട്രാക്ട് ചെയ്യുന്ന ലോ പ്രഷറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഹൈ പ്രഷറിൽ വരുന്നത്. ഹൈ പ്രഷറിൽ എപ്പോഴും എന്താണ് നമുക്കൊരു ഡൾ ക്ലൈമറ്റാണ് അസോസിയേറ്റ് ചെയ്തൊക്കെ നിൽക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് വിൻഡിൻ്റെ മൂവ്മെൻറ്റ് തന്നെ നല്ല കുറവായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യവശാൽ ഈ ഷിപ്സൊക്കെ സെയിൽ ചെയ്ത് പോകുന്ന സമയത്ത്, പായ്ക്കപ്പലിലൊക്കെ പോയിരുന്ന ഷിപ്സ് സെയിൽ ചെയ്തിരുന്ന സമയത്ത് ഈ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡിലേക്ക് എങ്ങാനും വന്നു പോയാൽ, അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ട്രാവലിംഗ് ആയിരിക്കും പരമാവധി നോക്കുന്നത്. എങ്ങാനും ഇതിലേക്ക് വന്നു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ വിൻഡില്ലാതെ ഈ ഒരു ഏരിയയിൽ അങ്ങനെ നിൽക്കേണ്ടി വരും. വിൻഡില്ലെന്ന് പറയുമ്പോൾ സീറോ മൂവ്മെൻ്റ് അല്ല, കുറച്ച് വളരെ ഒരു പായ്ക്കപ്പലിന് മൂവ് ചെയ്യേണ്ട ഒരു മൂവ്മെൻ്റ് ഒന്നും കിട്ടത്തില്ല വിൻഡിൽ നിന്നും.
അപ്പോൾ ക്യാരി ചെയ്യുന്ന ലോഡുകൾ അതാണല്ലോ ഈ പറയുന്ന ഷിപ്പിനെ മുന്നോട്ട് പിന്നെ കൊണ്ടുപോകാൻ തടസ്സമായിട്ട് വരുന്നത്. അത്തരം ക്യാരി ചെയ്യുന്ന ലോഡുകളിൽ അൺവാണ്ടഡ് എന്ന് തോന്നുന്നതോ അല്ലെങ്കിൽ ഒരുപാട് വെയിറ്റ് ഉണ്ട് എന്നാൽ കോസ്റ്റ് വലിയതല്ല എന്ന് തോന്നുന്ന സംഗതികൾ നമ്മൾ ഒഴിവാക്കുക, കടലിൽ ത്രോ ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിൽ പണ്ടൊക്കെ എന്ന് പറയുന്നത് കുതിരകളെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഷിപ്പിലൂടെ കയറ്റി മറ്റ് നാടുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. അത്തരം കുതിരകളെന്ന് പറയുന്നത് ലെസ് വൃത്തിയായിട്ട് കൺസിഡർ ചെയ്തിരുന്നവയാണ്, എന്നാൽ എന്താണ് അവയ്ക്ക് അത്യാവശ്യം മാസമുണ്ട്. അപ്പോൾ അവയെ എന്ത് ചെയ്യുക, കടലിൽ അങ്ങ് ത്രോ ചെയ്യുക എന്ന് പറയുന്നതാണ് ആദ്യം ചെയ്യാൻ പറ്റുന്ന പരിപാടി. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നെ കഥകളിലൂടെ അങ്ങ് പോകാമെന്നുണ്ടെങ്കിൽ എന്താണ്, അവസാനം എത്തിച്ചേരുമ്പോൾ മനുഷ്യന്മാരിൽ അടിമകളെയൊക്കെ ത്രോ ചെയ്തിട്ടുള്ള കഥകളും കേട്ടിട്ടുണ്ട്. അതാണ് ലെസ് വർത്ത്നെസ് നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുതിരകളെ ത്രോ ചെയ്യുന്ന ലാറ്റിറ്റ്യൂഡ് ആയതുകൊണ്ട് അതിനെ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നും വിളിക്കപ്പെടുന്നു, ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന പേരിലും വിളിക്കപ്പെടുന്നു. സോ ഇറ്റ് ഈസ് എ ഹൈ പ്രഷർ റീജിയൻ. ദെൻ വി ഹാവ് സബ് പോളാർ ലോ പ്രഷർ റീജിയൻ. നമുക്കൊരു സബ് പോളാർ ലോ പ്രഷർ റീജിയൻ ഉണ്ട്, അഗെയിൻ എ ലോ പ്രഷർ റീജിയൻ. ദെൻ ദർ വിൽ ബി എ ഹൈ പ്രഷർ റീജിയൻ അറ്റ് ദ പോളാർ ഏരിയ. അപ്പോൾ വിൻഡ് എവിടെ നിന്ന് എവിടേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്, ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. സോ വിൻഡ് വിൽ ബി ബ്ലോയിങ് ഫ്രം ബിറ്റ്വീൻ ദ ഹൈ പ്രഷർ റീജിയൻ ടു ദ ലോ പ്രഷർ റീജിയൻ. ഇങ്ങനെ ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്കായിരിക്കും വിൻഡ് ബ്ലോ ചെയ്യുക. ഓക്കെ ആണോ? ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്ക് വിൻഡ് ബ്ലോ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താണ്, ഈ പറയുന്ന പ്രഷർ ബെൽറ്റുകളുടെ ഇടയിലായിട്ട് നമ്മൾ ഒരു ഹെമിസ്ഫിയർ മാത്രമാണ് ഇപ്പോൾ നോക്കുന്നത്, മറ്റ് ഹെമിസ്ഫിയറിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നതെന്ന് മാത്രം ചിന്തിച്ചു വെച്ചിരുന്നാൽ മതി. പിന്നെ എന്താണ്, ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഇങ്ങനെ 3 സെറ്റ് ഓഫ് വിൻഡ്സ് ഒരേ പാറ്റേണിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള, അതായത് എല്ലാ സ്ഥലത്തും ഒരേപോലെ ഉണ്ടാവാൻ സാധ്യതയുള്ള 3 സെറ്റ് ഓഫ് വിൻഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പ്രഷർ ബെൽറ്റുകൾക്കിടയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യുകയാണ്, പ്രഷർ ബെൽറ്റുകൾക്ക് അക്രോസ് ആയിട്ട് നമുക്കറിയാം എന്താണ്, പ്രഷർ ഗ്രേഡിയൻ ഫോഴ്സ് നമ്മൾ കണ്ടതാണ്. അവിടെ നമ്മൾ കണ്ടു എന്തെന്ന് പറയുന്നത് ഐസോബാറുകളുടെ കുറുകെ ആയിരിക്കും അല്ലെങ്കിൽ അതിന് അക്രോസ് ആയിട്ടായിരിക്കും പ്രഷർ ഗ്രേഡിയൻറ്റിൻ്റെ ആ ഒരു ഫോഴ്സ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ 2 ലോ പ്രഷർ ആൻഡ് ഹൈ പ്രഷർ എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ അതിന് കുറുകെ ആയിട്ട് വരും. എന്നാൽ ഈ ലോ പ്രഷറിലേക്ക് ഹൈ പ്രഷറിൽ നിന്നും ആദ്യത്തെ കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വിൻഡ് വരിക എന്ന് പറയുന്നത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കുമോ എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. സോ ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, വിൻഡ് ജനറേറ്റിംഗ് ഫോഴ്സായി എന്തായി, ഈ പറയുന്ന 2 പ്രഷർ സെറ്റ് ചെയ്തപ്പം പ്രഷർ ഗ്രേഡിയൻ ഫോഴ്സ് കാരണത്താലായിട്ട് വിൻഡിൻ്റെ ഡെവലപ്മെൻ്റ് ആയി. ഇനി ഇതിൻ്റെ മൂവ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഘടകങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും സ്പീഡിനെയൊക്കെ ഇത് കുറയ്ക്കുന്നുണ്ടാവും കുറച്ചെങ്കിലും. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ടാമത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഏതാണ്, കൊറിയോളിസ് ഫോഴ്സാണ് രണ്ടാമത്തെ സെറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ കൊറിയോളിസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്തായിരുന്നു, നോർത്തേൺ ഹെമിസ്ഫിയറിൽ നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മൂവിങ് വിൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് ദ റൈറ്റ് സൈഡ്. ഓക്കെ, സ്ട്രെയിറ്റിൽ പോകാനിരുന്നതാണെന്നുണ്ടെങ്കിൽ അതിനെ റൈറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ, ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡ്, ഓക്കെ, അപ്പം സൗത്തിലേക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കാണിച്ചിട്ടുള്ള ഈ വിൻഡിനെയെല്ലാം ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കേണ്ടി വരും. പക്ഷേ ഇത് ഇക്വേറ്ററിനോട് ചേർന്നായതുകൊണ്ട് തന്നെ എന്താണ്, നമുക്കറിയാം ആംഗിൾ ഓഫ് ലാറ്റിറ്റ്യൂഡുമായിട്ടാണ് കൊറിയോളിസ് ഫോഴ്സിൻ്റെ ഡിഫ്ലക്ഷൻ നിൽക്കുന്നത്, അതേപോലെ വിൻഡ് സ്പീഡുമുണ്ട്. അപ്പം ക്ലോസർ ടുവേർഡ്സ് ലോവർ ലാറ്റിറ്റ്യൂഡ്സ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലൊന്നുമല്ല, പക്ഷേ ദർ വിൽ ബി എ ഡിഫ്ലക്ഷൻ. അങ്ങനെ ഒരു ഡിഫ്ലക്ഷനോട് കൂടിയിട്ടായിരിക്കും ഈ ലോ പ്രഷറിലേക്ക് വന്ന് പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വരുന്ന ഡയറക്ഷൻ വെച്ചുകൊണ്ട് നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കുന്നു, അതിൻ്റെ പേരിട്ട് തന്നെ നമ്മൾ വിളിക്കുന്നു. ദിസ് ഈസ് കോൾഡ് ആസ്, ഈ നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഈ ഒരു വിൻഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്. ഇത് എവിടെ നിന്നാണ് വരുന്നതെന്നൊന്ന് ചിന്തിച്ച്, വരുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിൻഡിന് നമ്മൾ പേരിട്ടാൽ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു പേരിടേണ്ടി വരും. ട്രേഡിന് അനുകൂലമായ വിൻഡായ കാരണത്താലായിട്ട് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ് എന്നാണ് നമ്മൾ ഈ ഒരു വിൻഡിനെ വിളിക്കുന്ന പേര്, നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ്. അപ്പോൾ ട്രേഡ് വിൻഡ്സ് എന്ന് കോമൺലി പറയുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു സദേൺ ഹെമിസ്ഫിയറിൽ ഒരു ഹൈ പ്രഷറുണ്ട്. ഈ ഹൈ പ്രഷറിൽ നിന്നും വിൻഡ് ലോ പ്രഷറിലേക്ക് വരുമ്പം ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് വിൽ ബി ഡിഫ്ലക്റ്റിംഗ് ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ 2 സെറ്റ് ഓഫ് വിൻഡ്സും ഈ 2 ഭാഗങ്ങളിലുമുള്ള ട്രേഡ് വിൻഡുകൾ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്നും നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്നും സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്നുമായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ് എന്നും നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ് എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. ജനറലി വി വിൽ കോൾ ഇറ്റ് ബൈ ദ നെയിം ട്രേഡ് വിൻഡ്സ്. അപ്പോൾ ട്രേഡ് വിൻഡ്സ് വന്നിട്ട് ഈ പറയുന്ന ലോ പ്രഷർ ഇക്വറ്റോറിയൽ ലോ പ്രഷർ റീജിയനിലേക്ക് വന്നിട്ട് കൺവേർജ് ചെയ്യുന്നു. പിന്നെ അവിടെ നിന്ന് മുകളിലേക്ക് ഉയർന്നു പോകുന്നു. ആ കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ കിട്ടിയാലോ ഇതിൻ്റെ പേര് കിട്ടി.
ഇനി നമുക്ക് അതിന് മുകളിലേക്കുള്ള ഭാഗങ്ങളിലേക്ക് പോകാം. അതിൻ്റെ മുകളിലേക്ക് പോകുമ്പം ഇവിടെ ഒരു ഹൈ പ്രഷർ റീജിയൻ ഉണ്ട്. ആ ഹൈ പ്രഷർ റീജിയണിൽ നിന്നും സബ്പോളാർ ലോ പ്രഷർ റീജിയണിലേക്ക് എന്ത് പോകുന്നുണ്ട്? വിൻഡ് മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഡിഫ്ലക്ഷനൊക്കെ ഇതിനെക്കാട്ടിലും കൂടുതലാണ്, നമ്മളിപ്പോൾ കണ്ടതിനേക്കാട്ടിലും കൂടുതലാണ്. സോ ദ വിൻഡ് വിൽ ബി ഡിഫ്ലക്റ്റിംഗ് മോർ ടുവേർഡ്സ് ദ റൈറ്റ് സൈഡ്. അങ്ങനെ റൈറ്റ് സൈഡിലേക്ക് നന്നായിട്ട് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് ഈ പറയുന്ന ലോ പ്രഷറിലേക്ക് വന്ന് പതിക്കുന്നു. അതിനെ നമ്മൾ എന്താണ്, മോർ ഓർലെസ് അതൊരു വെസ്റ്റേൺ ഡയറക്ഷനിലേക്ക് അങ്ങ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് വെസ്റ്റർലീസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു പ്രിവൈലിംഗ് വിൻഡ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ പ്രിവൈലിംഗ് വെസ്റ്റർലീസ് എന്നും വിളിക്കാറുണ്ട്. സോ മുകളിലേക്ക് പോകുമ്പോൾ പിന്നെ നമുക്ക് സൗത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം വേണ്ട. അത് മോർ ഓർലെസ് ഡിഫ്ലക്ഷൻ കൂടുന്ന കാരണത്താലായിട്ട് കൂടുതൽ വെസ്റ്റ് വേർഡ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും അത് വരുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് വെസ്റ്റ് ടു ഈസ്റ്റ് വേർഡ് എന്നുള്ളൊരു രീതിയിലാണ് വരുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ വെസ്റ്റർലീസ് എന്ന് പറയുന്ന പേരുകൊണ്ട് നമ്മളതിനെ മെൻഷൻ ചെയ്യുന്നു. ഇനി അതിന് മുകളിലേക്ക് പോകുമ്പം ഹൈ പ്രഷർ റീജിയൻ, പോളാർ ഹൈ പ്രഷർ റീജിയണിൽ നിന്നും സബ്പോളാർ ലോ പ്രഷർ റീജിയണിലേക്ക് വിൻഡ് വരുന്നുണ്ട്. ആ വിൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളാർ ഈസ്റ്റർലീസ്. പോളാർ ഈസ്റ്റർലീസ്. അപ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലുള്ളൊരു ചേഞ്ച് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള കാര്യം മാത്രമായിരിക്കും, ആ ഡിഫ്ലക്ഷൻ്റെ ആ ഒരു ചേഞ്ച് അത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. പേരുകളെല്ലാം സെയിം തന്നെയാണ്. എഗെയിൻ എന്താണ് ഈ വിൻഡ് എന്ന് പറയുന്നത്? വെസ്റ്റർലീസ് എന്ന് വിളിക്കുന്നു. ഇതിനെ നമ്മളെന്താണ്, പോളാർ ഈസ്റ്റർലീസ് എന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ലൈൻ മതി. ഈ ഒരൊറ്റ ലൈൻ കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ലോ പ്രഷർ ഏരിയ, ഇത് ഇക്വേറ്റർ പോർഷനാണ്. ഇവിടെ ലോ പ്രഷർ ഏരിയ, ഇവിടെ ഹൈ പ്രഷർ ഏരിയ, എഗെയിൻ ഒരു ലോ പ്രഷർ ഏരിയ, ഇവിടെ ഒരു ഹൈ പ്രഷർ ഏരിയ. പിന്നെ നമുക്ക് ഡയറക്ഷൻ ഇട്ടാൽ പോരെ, ഫ്രം ദ ഹൈ പ്രഷർ ടു ദ ലോ പ്രഷർ ഇങ്ങോട്ടേക്കായിരിക്കും ഇവിടുത്തെ വിൻഡ് എന്ന് പറയുന്നത്, ദെൻ ഇങ്ങോട്ടേക്കായിരിക്കും ഇവിടുത്തെ വിൻഡ് എന്ന് പറയുന്നത്, ദെൻ ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും ഇവിടുത്തെ വിൻഡ്. കാരണം ലോ പ്രഷറിലേക്ക് എന്ന രീതിയിൽ ആരോ വരച്ചിരുന്നാൽ മതി. അപ്പോൾ പെട്ടെന്ന് ഡയറക്ഷൻ ഈസ്റ്റ് വെസ്റ്റ് എങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഈ ഒരൊറ്റ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇത് ഇക്വേറ്റർ 0 ഡിഗ്രിയാണ്. അപ്പോൾ പിന്നെ നമുക്ക് എന്താണ്, അത് ലോ പ്രഷറുമാണ്. ഇക്വേറ്റർ 0 ഡിഗ്രി ലോ പ്രഷർ. പിന്നെ നമ്മൾ എന്താണ്, ഒരു ഹൈ പ്രഷർ മാർക്ക് ചെയ്യണം, പിന്നെ ഒരു ലോ പ്രഷർ മാർക്ക് ചെയ്യണം, പിന്നെ ഒരു ഹൈ പ്രഷർ മാർക്ക് ചെയ്യണം. പിന്നെ അതിനിടയിൽ വിൻഡിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. സോ വി ഹാവ് ദീസ് 3 സെറ്റ്സ് ഓഫ് വിൻഡ്സ്, ദ പെർമനൻറ്റ് വിൻഡ്സ്, ആൻഡ് ദേ ആർ കോൾഡ് ആസ് ദ ട്രേഡ് വിൻഡ്സ്, ദ വെസ്റ്റർലീസ് ആൻഡ് ഈസ്റ്റർലീസ്. പിന്നെ അതിൻ്റെ മറ്റ് പേരുകളും കൂടിയിട്ടൊന്ന് നോക്കി വെച്ചിരിക്കുക. നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ആണോ, അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ആണോ എന്നൊക്കെയുള്ളത് നോക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ട്രേഡ് വിൻഡ്സ് അല്ലെങ്കിൽ ഈസ്റ്റർലീസ് ആൻഡ് വെസ്റ്റർലീസ്. ഓൾ ടുഗദർ വി ക്യാൻ കോൾ ഇറ്റ് ബൈ ദ നെയിം പ്ലാനറ്ററി വിൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടൊപ്പം നിങ്ങൾ ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതായത് ഈ ട്രേഡ് വിൻഡുകൾ, ഇതിപ്പോൾ ഞാൻ സർഫസിലുള്ള ഒരു മൂവ്മെൻറ്റ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് സർഫസിൽ ഈ വിൻഡിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത്. ഈ ട്രേഡ് വിൻഡുകൾ പ്രഷർ ബെൽറ്റുകൾക്ക് അനുസരിച്ചിട്ടായിരിക്കും പൊസിഷൻ ചെയ്യുക എന്നുള്ള കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ്. കാരണം ഹൈ പ്രഷർ ടു ലോ പ്രഷർ ആയിരിക്കണം മൂവ്മെൻറ്റ് ഉണ്ടാവേണ്ടത്. അപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു, സൂര്യൻ്റെ അപ്പാരൻറ്റ് ഷിഫ്റ്റ് ടുവേർഡ്സ് നോർത്ത് വേർഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ, സൂര്യൻ അപ്പാരൻ്റ്ലി നോർത്തിലേക്ക് ഷിഫ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ബെൽറ്റുകളും കൂടെ ഒരു 5 ഡിഗ്രി വരെയൊക്കെ മുകളിലേക്ക്, 5 to 10 ഡിഗ്രി വരെയൊക്കെ മുകളിലേക്ക് ഷിഫ്റ്റ് ആകും എന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ നോർത്തിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തേക്ക് വരും. ദെൻ ഈ പ്രഷർ ബെൽറ്റ് ഈ ഒരു ഭാഗത്തേക്ക് വരും, ഈ പ്രഷർ ബെൽറ്റ് ഈ ഒരു ഭാഗത്തേക്ക് വരും. ഇവിടെ എന്താണ്, ഇവിടേക്കായിട്ട് കുറയും പ്രഷർ ഏരിയ എന്ന് പറയുന്നത്. നേരെ തിരിച്ച് സൗത്ത് ആണെങ്കിൽ എല്ലാം കൂടെ സൗത്തിലേക്കായിട്ടും വരും. അപ്പോൾ ഇവിടെ നോർത്തിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നു, ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നു പ്രഷർ ബെൽറ്റ്, ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് മൊത്തത്തിലായിട്ട് വരുന്നു. ഇങ്ങനെ ആയിരിക്കും പ്രഷർ ബെൽറ്റിൻ്റെ ഷിഫ്റ്റിംഗ് ഉണ്ടാകുന്നത്. അപ്പോൾ റിമെമ്പർ, ഇങ്ങനെ പ്രഷർ ബെൽറ്റിൻ്റെ ഷിഫ്റ്റിംഗ് ഉണ്ടാകുമ്പം ഇവിടെ നമ്മളുടെ ട്രേഡ് വിൻഡുകൾ എന്ന് പറയുന്നതും അതേപോലെ തന്നെ വെസ്റ്റർലീസ് ആൻഡ് ഈസ്റ്റർലീസ് എന്ന് പറയുന്നത് അവയുടെ ഇടയിലായിരിക്കും, ഈ ഭാഗങ്ങളിലായിരിക്കും അല്ലേ ട്രേഡ് വിൻഡ്. കാരണം ഇതാണ് പുതിയ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഇത് പുതിയ പ്രഷർ ബെൽറ്റ് ആകുമ്പോൾ ട്രേഡ് വിൻഡുകൾ ഇവിടേക്കായിട്ട് വരുന്നു. ഓക്കെ, സോ ഇതെന്തുകൊണ്ട് ഞാനിത് മെൻഷൻ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഏരിയയിൽ നിങ്ങൾക്കറിയാം പ്രഷർ ബെൽറ്റ് ഇതായി ഇപ്പോൾ ഇക്വേറ്റർ ക്രോസ് ചെയ്തിട്ടുണ്ട്. പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് ഇക്വേറ്ററിനെ ക്രോസ് ചെയ്ത് മുകളിലേക്കായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ സമ്മർ സീസൺ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഉണ്ടാകുന്ന സമയത്ത് പ്രഷർ ബെൽറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ പ്രഷർ ബെൽറ്റുകൾക്കിടയിലുള്ളതാണ് ട്രേഡ് വിൻഡ്സും വെസ്റ്റർലീസും ഈസ്റ്റർലീസും. മറ്റ് കാര്യങ്ങളിലേക്ക് നമുക്കിപ്പോൾ ചിന്തിക്കേണ്ട. ഈ ട്രേഡ് വിൻഡ്സിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ട്രേഡ് വിൻഡ്സും മുകളിലേക്ക് അതിൻ്റെ പൊസിഷൻ മാറുന്നു. അങ്ങനെ മുകളിലേക്ക് മാറുമ്പം അത് ഇക്വേറ്ററിനെ ക്രോസ് ചെയ്യുന്നു. ഇക്വേറ്ററിനെ ക്രോസ് ചെയ്യുന്നതോടുകൂടി അത് നോർത്തേൺ ഹെമിസ്ഫിയറിലേക്കാണ് എത്തുന്നത്. അവിടെ കൊറിയോളിസ് ഫോഴ്സിൻ്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്കല്ല, അവിടെ റൈറ്റിലേക്കാണ്. അപ്പോൾ ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്റ്റ് ആയി വന്ന വിൻഡ് ഗ്രാജുവലി റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന വിൻഡ് ഇവിടേക്കായിട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നു. ഓരോ വിൻഡും ഇവിടേക്കായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു ഈ ഒരു ഏരിയ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ പിന്നെ എന്താണ്, സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്ന് വന്ന വിൻഡ് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലായിരിക്കും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യുക. അങ്ങനെ മൂവ് ചെയ്യുന്ന വിൻഡാണ് ഇപ്പോൾ ഇന്ത്യയുടെ കോസ്റ്റൽ റീജിയനുകളിലേക്ക് എത്തുമ്പോൾ മൺസൂണൽ റെയിൻഫാൾ കൊണ്ടുവരുന്ന,
മൺസൂണൽ അല്ലെങ്കിൽ മൺസൂൺ സമയത്ത് നമുക്ക് റെയിൻഫാൾ കൊണ്ടുവരുന്ന മൺസൂൺ വിൻഡായിട്ട് പിന്നീട് മാറുന്നത്. ഇതൊരു ഇൻട്രഡക്ഷൻ മാത്രമാണ്. മൺസൂണിലേക്ക് പോകുമ്പോൾ ഇത് നമ്മൾ നോക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ പറയുമ്പം അതുകൂടി ഒന്ന് പറഞ്ഞു വെച്ചു എന്നതല്ലേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ട്രേഡ് വിൻഡ്സ്, വെസ്റ്റർലീസ് ആൻഡ് ഈസ്റ്റർലീസ് എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത്, എങ്ങനെയാണ് മൂവ്മെൻറ്റ്, എന്തുകൊണ്ട് ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന കാര്യം അറിയുക. സോ ഗ്രൗണ്ടിൽ എന്ത് സംഭവിക്കുന്നു എന്ന കാര്യം നമ്മൾ പഠിച്ചു. ഇനി ഇങ്ങനെ കൺവേർജ് ചെയ്യുന്ന വിൻഡ് എന്താ ചെയ്യുക? കൺവേർജ് ചെയ്ത് ഇങ്ങനെ വന്ന് നിൽക്കുവാണോ ചെയ്യുന്നത്? ഇല്ല, അത് വിൻഡ് മുകളിലേക്ക് ഉയർന്നു പൊങ്ങിയായിരിക്കും പോകുന്നത്. അപ്പം മുകളിലേക്ക് പോയിട്ട് അപ്പർ അറ്റ്മോസ്ഫിയറിലേക്ക് ചെല്ലുമ്പോൾ, അപ്പർ അറ്റ്മോസ്ഫിയർ അല്ല അപ്പർ റീജിയൻസിലേക്ക് പോകുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. സോ അതിനു മുമ്പ് the pattern of planetary winds, it largely depends upon the following factors. The pattern of planetary winds. First one is the latitudinal variation of atmospheric heating. അപ്പോൾ ലാറ്റിറ്റ്യൂഡിനനുസരിച്ചിട്ട് അറ്റ്മോസ്ഫിയറിൻ്റെ ഹീറ്റിംഗ് മാറുന്നത്. ഓക്കെ, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ദ എമർജൻസ് ഓഫ് പ്രഷർ ബെൽറ്റ്. നിങ്ങൾ കണ്ടല്ലോ, പ്രഷർ ബെൽറ്റ് എമർജ് ചെയ്യുന്നു, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ദ മൈഗ്രേഷൻ ഓഫ് ബെൽറ്റ് ഫോളോയിങ് ദ അപ്പാരൻറ്റ് പാത്ത് ഓഫ് ദി സൺ. ഓൾറെഡി നമ്മൾ കണ്ടു, അത് മൺസൂണിലേക്കൊക്കെ നയിക്കുന്ന കാര്യം കണ്ടു. ദെൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോണ്ടിനെൻറ്റ്സ് ആൻഡ് ഓഷ്യൻസ്. ദെൻ ദ റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. റൊട്ടേഷൻ ഓഫ് ദി എർത്ത് കോറിയോളിസ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു, അതിൻ്റെ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നു, കണ്ടു. ദെൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോണ്ടിനെൻറ്റ്സ് ആൻഡ് ഓഷ്യൻസ് എന്ന് പറയുമ്പം കൂടുതൽ കോണ്ടിനെൻറ്റ്സ് ഉള്ള ഭാഗങ്ങളിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടി ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. കുറവാണെന്നുണ്ടെങ്കിൽ വിൻഡിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും, കാരണം ഫ്രിക്ഷൻ കുറവായിരിക്കും. അപ്പം നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്തുണ്ട്? കൂടുതൽ കോണ്ടിനെൻറ്റ് ഏരിയ ഉണ്ട്. സദേൺ ഹെമിസ്ഫിയറിൽ അതില്ല. അപ്പോൾ ഈ പറയുന്ന സദേൺ ഹെമിസ്ഫിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ട അതേ സെറ്റ് ഓഫ് വിൻഡ്സ് എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിനേക്കാളും കുറച്ചുകൂടി വയലൻ്റ് ആയിരിക്കും. അതിനെ പറ്റിയിട്ട് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. The air at the intertropical convergence zones rises because of the convection caused by high insulation and low pressure created. അപ്പോൾ ഒരു ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നു എന്നറിയാം ITCZ-ൽ. അങ്ങനെ ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്ത കാരണത്താലായിട്ട് എയർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഇനി ഇക്വേറ്ററിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇക്വേറ്റർ വരയ്ക്കുന്നതെന്ന് വിചാരിക്കുക. ഇക്വേറ്റർ ബെൽറ്റ് എന്ന് പറയുന്നത് ഭൂമിയെ പിടിച്ച് കുറുകെ നിർത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ എയറിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ട് വശങ്ങളിൽ നിന്നുമുള്ള ട്രേഡ് വിൻഡ്സ്, ഇതിപ്പോൾ സൗത്ത് ആണ്, ഇത് നോർത്ത് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? നോർത്തിൽ നിന്ന് വരുന്ന വിൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്ത് വരുന്നു, സൗത്തിൽ നിന്ന് വരുന്ന വിൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെയും ഡിഫ്ലക്റ്റ് ചെയ്ത് വരുന്നു. അങ്ങനെ വരുന്ന വിൻഡ് ഇനി നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ രണ്ടും എന്താണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കുന്ന വിൻഡ് ഇനി ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ ഒരു ലോ പ്രഷർ ഏരിയ ആണ്, ഇൻസുലേഷൻ കാരണത്താലായിട്ട്. അതുകൊണ്ട് തന്നെ എന്താണ്? ഒരു കൺവെക്ഷൻ കറണ്ട് മുകളിലേക്ക് എയർ ഉയർന്നു പോകത്തക്ക രീതിയിലുള്ള ഒരു കൺവെക്ഷൻ കറണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഇവിടെ എത്തുന്ന എയർ എന്താണ്? അപ്പർ റീജിയൻസിലേക്കായിട്ട് ഉയർന്നു പോകാൻ തുടങ്ങും. ഓക്കെ, സോ അങ്ങനെ അപ്പർ റീജിയൻസിലേക്ക്, ഇക്വേറ്റർ റീജിയനിലേക്ക് വരുന്ന വിൻഡ് എന്ന് പറയുന്നത് മുകളിലേക്ക് ഉയർന്നു പോകുന്നു. ഓക്കെ, സോ ഇങ്ങനെ ഉയർന്നു പൊങ്ങിയതിന് ശേഷം അതെന്ത് ചെയ്യുന്നു? കുറച്ച് ദൂരം മുകളിലേക്ക് ചെന്നതിന് ശേഷം എന്താണ്? പോൾ വേർഡായിട്ട് അതിനൊരു മൂവ്മെൻറ്റ് വരുന്നു. ദെൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന നെക്സ്റ്റ് ഹൈ പ്രഷർ റീജിയണിൽ വിൻഡ് താഴേക്കായിട്ട് സബ്സൈഡ് ചെയ്ത് നിൽക്കുക എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ നിന്ന് ഹൈ പ്രഷറിൽ നിന്നാണല്ലോ വിൻഡ് പോകുന്നത്, ഇവിടെ നിന്നാണ് വിൻഡ് വരുന്നത്, ഹൈ പ്രഷർ റീജിയണിൽ നിന്നാണ് വിൻഡ് വരുന്നത്. ഈ ഹൈ പ്രഷർ റീജിയനിലേക്ക് സബ്സൈഡ് ചെയ്യുന്നു, താഴെ വരുന്നു. അങ്ങനെ ഇതെന്താണ്? ഒരു സെല്ല് ക്രിയേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ്? ലോ പ്രഷറിൽ വിൻഡ് വന്നിട്ട് കൺവേർജ് ചെയ്യുന്നു, അപ്വെല്ലിംഗ് ഉണ്ടാകുന്നു. ഹൈ പ്രഷറിലെ വിൻഡ് എന്താണ്? സബ്സൈഡ് ചെയ്തിട്ട് ഡൈവേർജിങ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ബോട്ടമിൽ ഡൈവേർജ് ചെയ്യുമ്പോൾ അവിടേക്ക് എന്താണ്? മുകളിൽ നിന്നുള്ള വിൻഡ് റഷ് ചെയ്ത് താഴേക്ക് വരും. അപ്പോൾ മുകളിൽ നിന്നുള്ള വിൻഡ് റഷ് ചെയ്ത് വരുമ്പോൾ എന്താണ്? നേരത്തെ പോയിട്ടുള്ള വിൻഡ് അവിടേക്കായിട്ടൊന്ന് ഒക്കുപ്പൈ ചെയ്യുന്നു. ഇങ്ങനെ എന്താണ്? ഒരു സർക്കുലേഷൻ, ഒരു പാറ്റേൺ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ നമുക്ക് എന്താണ്? ഈ പറയുന്ന രീതിയിൽ ഒരു സെല്ല് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഈ ഹൈ പ്രഷർ ഇവിടെ തന്നെ വരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ലോ പ്രഷർ, ഈ ലോ പ്രഷറിലേക്ക് എയർ ഫില്ലാവുന്നു. അപ്പോൾ എന്താണ്? ഇവിടെ നിന്നുള്ള എയർ റിമൂവ് ചെയ്യുന്നു, അപ്പോൾ മുകളിൽ നിന്ന് സബ്സൈഡ് ചെയ്യുന്നു. അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഒരു ഹൈ പ്രഷർ ക്രിയേറ്റ് ചെയ്യുക തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ആണെന്ന് പറയുന്നതിൻ്റെ റീസൺ ഇത് കൂടിയിട്ടാണ്. ഓക്കെ, അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സെല്ലെന്ന് പറയുന്നത്. ആദ്യത്തെ സെല്ല്, ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ആദ്യത്തെ സെല്ലിനെ നമ്മൾ വിളിക്കുന്നത്, അതായത് നമ്മളുടെ ITCZ-നും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയനും നമ്മുടെ ആദ്യത്തെ രണ്ട് പ്രഷർ ബെൽറ്റുകൾ ഓർമ്മയുണ്ടല്ലോ, ആ പ്രഷർ ബെൽറ്റുകൾക്കിടയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഈ സെല്ലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹാറ്റ്ലി സെൽ എന്ന് വിളിക്കുന്നത്. സോ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഇമേജിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള സെല്ല് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് വരെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ആദ്യമായി ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഹാറ്റ്ലി സെൽ എന്ന് വിളിക്കുന്നു. ഇനി ഇതേ ഫിനോമിന തന്നെ നമുക്ക് എന്താണ് അടുത്തടുത്ത് ഉപയോഗിക്കാം. ഇവിടെ നമുക്കൊരു ഹൈ പ്രഷറാണ്, അപ്പോൾ ഇവിടെ വിൻഡ് സബ്സൈഡ് ചെയ്തിട്ട് ഇവിടെ ലോ പ്രഷർ ആയിരുന്നു, ഇവിടെ വിൻഡ് അപ്വെല് ചെയ്യുന്നു. അപ്പോൾ അതിലേക്കായിട്ട് വിൻഡ് ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്നു. ദെൻ ഇതെന്ത് ചെയ്യുന്നു? ഇവിടേക്ക് വരുന്നു. ഇങ്ങനെ എന്താണ്? ഇവിടെയും ഒരു സെല്ല് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിഡ് ലാറ്റിറ്റ്യൂഡ് സെൽ അഥവാ ഫെറൽ സെൽ എന്ന് പറയുന്നത്. ആദ്യത്തെ ട്രോപ്പിക്കൽ റീജിയനിലായതുകൊണ്ട് അതിനെ നമ്മൾ ട്രോപ്പിക്കൽ സെൽ എന്ന് വിളിക്കുന്നു.
രണ്ടാമത്തേതിനെ നമ്മൾ മിഡ് ലാറ്റിറ്റ്യൂഡ് സെൽ ഓർ ഫെറൽ സെൽ എന്ന് വിളിക്കുന്നു. മൂന്നാമത് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യുന്ന സെല്ലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പോളാർ സെൽ എന്ന് വിളിക്കുന്നത്. പോളാർ സെൽ. അപ്പോൾ ഈ സെല്ലുകൾ ഏതൊക്കെ ലാറ്റിറ്റ്യൂഡ്, ഏതൊക്കെ പ്രഷർ ബെൽറ്റുകൾക്കിടയിലാണ് എന്നുള്ളൊരു ചോദ്യം വരും. ഓക്കെ, ദെൻ ഈ സെല്ലുകൾ പ്രത്യേകിച്ച് നമ്മളുടെ ട്രോപ്പിക്കൽ റീജിയണിൽ ഏതാണ്? അത് ഹാഡ്ലി സെല്ലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്താണ് എക്സാമിനേഷൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, അപ്പോൾ ഫെറൽ സെൽ, ഹാഡ്ലി സെൽ, ഫെറൽ സെൽ ആൻഡ് പോളാർ സെല്ലായി. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മുമ്പ് നമ്മൾ കണ്ട ഫാക്ടേഴ്സ് അഫക്റ്റിങ്ങിനകത്ത് ഒരു കാര്യം പറഞ്ഞു, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് ഓഷ്യൻ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ കണ്ടു സദേൺ ഹെമിസ്ഫിയറിൽ എന്താണ് വിൻഡിനെ, അതിൻ്റെ സ്പീഡിനെ ഇമ്പാക്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ല എന്ന് നമ്മൾ കണ്ടു. അങ്ങനെ വരുമ്പം സദേൺ ഹെമിസ്ഫിയറിൽ വിൻഡ് ഒരു 40 ഡിഗ്രി 60 അതിലും 65 ഡിഗ്രിക്കും, അതായത് 40, 50, 60 ആ ഒരു റേഞ്ചിലുള്ള ലാറ്റിറ്റ്യൂഡുകളിൽ വിൻഡ് എന്ന് പറയുന്നത് ഹൈ വെലോസിറ്റി വിൻഡുകളായിരിക്കും. ഏത് വിൻഡാണ് അവിടെ വരുന്നത്? അവിടെ വരുന്നത് വെസ്റ്റർലീസ് ആണ്. കാരണം ട്രേഡ് വിൻഡും ഈസ്റ്റർലീസിനും ഇടയിൽ നിൽക്കുന്ന വെസ്റ്റർലീസ് ആണ് വരുന്നത്. അപ്പോൾ ഈ വെസ്റ്റർലീസ് എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ ലാറ്റിറ്റ്യൂഡുകളിൽ വളരെ വളരെ വേഗത്തിലായിരിക്കും വീശുന്നത്. അതും എന്താണ്, ഇറ്റ്സ് ഡ്രെഡ്ഫുൾ ഫോർ ദ സെയിലേഴ്സ്. കപ്പലിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മോശമൊരവസ്ഥ ഉണ്ടാവാനില്ല, കൊടുങ്കാറ്റിൽ പെടുന്നത്. അപ്പോൾ അത്തരം വിൻഡുകളുടെ വെലോസിറ്റി അത് കൂടുതലാണ്. 40ക്കും 50ക്കും 60ക്കും മേലേക്ക് പോകുമ്പോഴേക്കും എന്താണ് വെലോസിറ്റി കൂടി വരുന്നുണ്ട്. അങ്ങനെയുള്ള, അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന വേളിംഗ് എഫക്റ്റും കൂടി വരും. ഓക്കെ, കൊറിയോളിസ് ഇഫക്റ്റ് ഒക്കെ വരുന്ന കാരണത്താലായിട്ട്. അങ്ങനെ ഓരോ ലാറ്റിറ്റ്യൂഡിലെയും വിൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റോറിംഗ് 40s, ഫ്യൂരിയസ് 50s ആൻഡ് ഷ്രീക്കിംഗ് 60s. ഇതൊക്കെയാണ് റോറിംഗ് 40s, ഫ്യൂരിയസ് 50s ആൻഡ് ഷ്രീക്കിംഗ് 60s. അപ്പോൾ ഇതിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് അല്ലാതെ വൺ വേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ ഇതിനു മുമ്പ് വന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിങ് ദീസ് ടൈപ്പ് ഓഫ് വിൻഡ്സ് ഈസ് ഓർ ആർ കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് താഴെ പറയുന്നവയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവ ഡെവലപ്പ് ചെയ്യുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ഐഡിയ തന്നെ ആദ്യം തെറ്റിച്ചു വന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ ആൻസറിലേക്ക് എത്തുക എന്നുള്ളൊരു രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന 3 സെറ്റ് ഓഫ് ഫ്യൂരിയസ് ടൈപ്പ് ഓഫ്, അല്ലെങ്കിൽ വളരെ വേഗത്തിൽ വീശുന്ന ടൈപ്പ് ഓഫ് വിൻഡ്സ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. സദേൺ ഹെമിസ്ഫിയറിൽ മാത്രമാണ് ഈ വിൻഡുകളുള്ളത്. മറ്റേ നോർത്തേൺ ഹെമിസ്ഫിയറിലും ഉണ്ട് വെസ്റ്റർലീസ്, പക്ഷേ ഇത്രയും വലിയ വെലോസിറ്റിയിലല്ല, അതുകൊണ്ട് ഈ പേരിൽ അറിയപ്പെടുന്നില്ല. അപ്പോൾ ഇത് സദേൺ ഹെമിസ്ഫിയറിൽ വീശുന്ന വെസ്റ്റർലീസിൻ്റെ മാത്രം പ്രത്യേകതയാണ്. റിമെമ്പർ, വെസ്റ്റർലീസിൻ്റെ പ്രത്യേകതയാണ്. എല്ലാ പ്ലാനറ്ററി വിൻഡിലേക്കും ഇതിനെ എടുത്ത് വെക്കരുത്. 40, 50, 60 എന്ന് പറയുന്നത് തന്നെ എന്താണ് ലാറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പേര് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്, അതുകൊണ്ടാണ് ഒന്നുകൂടി എടുത്ത് പറയുന്നത്. ദെൻ അതിനുശേഷം നമ്മൾ എന്താണ് പോളാർ സെല്ല് ഡെവലപ്പ് ചെയ്യുന്നത്. പോളാർ ഹൈ പ്രഷർ റീജിയണിൽ നിന്നും സബ് പോളാർ ലോ പ്രഷർ റീജിയണിലേക്ക് വിൻഡ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ എന്താണ് അതൊരു സെല്ല് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സെല്ലിനെ നമ്മൾ പോളാർ സെൽ എന്നും വിളിക്കുന്നുണ്ട്. ഇത് ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് പ്ലാനറ്ററി ടൈപ്സ് ഓഫ് വിൻഡ്സ് എന്ന് പറയുന്നത്. ഇനി ഈ വിൻഡ്സ് നമ്മൾ മുമ്പ് കണ്ടതാണല്ലോ. ഈ വിൻഡ്സിൻ്റെ മൂവ്മെൻറ്റ് ഒരു ജനറൽ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ, അതിൻ്റെ ഒരു പാറ്റേൺ സെറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ ജനറൽ സർക്കുലേഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് വിളിക്കുന്നുണ്ട്. ഇത് എന്താണ് ചെയ്യുന്നത്? ആക്ച്വലി ഇറ്റ് ട്രാൻസ്ഫേഴ്സ് ദ ഹീറ്റ് എനർജി ഫ്രം ദ ലോവർ ലാറ്റിറ്റ്യൂഡ്സ് ടു ഹയർ ലാറ്റിറ്റ്യൂഡ്. അതായത് നമ്മൾ കണ്ടിരുന്നു എങ്ങനെയാണ് ആ ഒരു വിൻഡിൻ്റെ സർക്കുലേഷൻ എന്നുള്ളത്. അപ്പം ഹൈ പ്രഷറിൽ നിന്നും വിൻഡ് ലോ പ്രഷറിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ടെമ്പറേറ്റ് ഭാഗങ്ങളിൽ നിന്നും ട്രോപ്പിക്കൽ റീജിയണിലേക്ക് കൊണ്ടുവരുന്നു. അവിടുത്തെ ചൂടെന്ന് പറയുന്നത് മുകളിലേക്ക് എയർ ഉയർന്നു പോകുമ്പോൾ ആ ഒരു എനർജിയുമായിട്ടാണ് പോകുന്നത്. അതിനെ കൊണ്ടുപോയിട്ട് എന്താണ് ഈ പറയുന്നത് പോലെയുള്ള ടെമ്പറേച്ചർ കുറഞ്ഞ ഭാഗങ്ങളിലേക്ക് സർക്കുലേറ്റ് ചെയ്യുന്നു. അതായത് ഈ പറയുന്ന ചൂട്, ഭൂമിയുടെ ഏകദേശം ട്രോപ്പിക്കൽ റീജിയണുകളിൽ ലഭിക്കുന്ന കൂടുതൽ ചൂടിനെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ടെമ്പറേറ്റ് ടു ഹൈ ലാറ്റിറ്റ്യൂഡ് റീജിയണുകളിലേക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് നമ്മൾ ഓൾറെഡി കണ്ടു, ഈ ഒരു മൂവ്മെൻറ്റ് തന്നെ എന്താണ് വെള്ളത്തിനും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഓഷ്യനിലൊരു സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ സർക്കുലേഷനിൽ ഓഷ്യൻ വാട്ടറും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, ചൂടായിട്ടുള്ള വെള്ളം ഉണ്ടാവും. അപ്പോൾ ഈ ചൂടായിട്ടുള്ള വെള്ളത്തെ എന്ത് ചെയ്യുന്നുണ്ട്, പോളാർ റീജിയണിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ ഹൈ ലാറ്റിറ്റ്യൂഡ് റീജിയണുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ നിന്നുള്ള തണുത്ത വെള്ളം എന്താണ് തിരിച്ച് കറങ്ങിയിട്ട് ഇപ്പുറത്തേക്കും വരുന്നുണ്ട്. അതായത് വാം ആൻഡ് ഓഷ്യൻ കറൻസ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ അങ്ങനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്നത് പോലെ ഹീറ്റ് എനർജിയെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താണ് ചൂടാവുമ്പം വെള്ളവും ചൂടാവുന്നുണ്ട്. അപ്പോൾ എനർജി അവിടേക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് നീരാവി ഉണ്ടാകുമ്പോൾ എഗെയിൻ എന്താണ് എനർജി അറ്റ്മോസ്ഫിയറിലേക്കാണ് ചെല്ലുന്നത്. ആ വാട്ടർ വേപ്പറും കൂടി ആയിരിക്കും മൂവ് ചെയ്യുന്നത്. ദെൻ മഴ പെയ്യിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ ഈ പറയുന്നത് പോലെ എനർജിയെ എന്ത് ചെയ്യുന്നുണ്ട്, ഇക്വറ്റോറിയൽ റീജിയണിൽ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ റീജിയണിൽ നിന്ന് കിട്ടുന്ന എനർജിയെ അറ്റ്മോസ്ഫിയറിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മറ്റ് സ്ഥലങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ തരത്തിലുള്ള പ്ലാനറ്ററി മൂവ്മെൻറ്റ് ഓഫ് എയർ സർക്കുലേഷൻ എന്ന് പറയുന്നത്.
ഇനി ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ, നമുക്കൊരു ഐഡിയ കിട്ടും. ഗ്രൗണ്ടിൽ നിന്നും ഈ പറയുന്നത് പോലെ ട്രേഡ് വിൻഡ്സ് മാത്രം ഇവിടെ ഒന്ന് കാര്യമായിട്ട് നോക്കിയാൽ മതി, മറ്റ് കാര്യങ്ങൾ നോക്കണ്ട. നമ്മൾ ഗ്രൗണ്ടിൽ അതിനെ മാർക്ക് ചെയ്താൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വിൻഡ് കൺവേർജ് ചെയ്യുന്നു, അപ്പ് വെല്ല് ചെയ്യുന്നു, ഹൈ പ്രഷർ റീജിയനിലേക്ക് എത്തുമ്പോൾ ഡൗൺ വെല്ല് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ പറയുന്ന ബെൽറ്റ് റീജിയനുകൾ പോളിലേക്ക് പോകുമ്പോഴേക്കും ഹൈറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. ബിക്കോസ് എന്താണ്, എയറിന് ഇവിടെ ചൂട് കൂടുതലായതുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യും. നമ്മൾ ഓൾറെഡി ട്രോപ്പോസ്ഫിയറിൻ്റെ പ്രത്യേകത പഠിച്ചപ്പം പറഞ്ഞാണ്, ട്രോപ്പോസ്ഫിയർ 8 മുതൽ 18 കിലോമീറ്റർ വരെയാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇക്വേറ്ററിൽ ഹൈറ്റ് കൂടുതലും പോളിൽ ഹൈറ്റ് കുറവുമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എയർ ഡെൻസർ ആവുന്നതിനനുസരിച്ചിട്ട് എയർ റീച്ച് ചെയ്യുന്ന ഹൈറ്റ് കുറഞ്ഞു വരും കോൾഡർ റീജിയനിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടെ സെല്ല് ക്രിയേറ്റ് ചെയ്യുന്നത്. കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. Now the general atmospheric circulation and its effects on oceans. So ഓഷ്യൻസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന പ്ലാനറ്ററി വിൻഡ്സ് ഓഷ്യൻസിനെ എങ്ങനെയാണ് ഇഫക്റ്റ് ചെയ്യുന്നത്, അതിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഏരിയ മാത്രമാണ്. ബാക്കിയുള്ളവ ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗത്ത് മൺസൂണിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി എക്സ്ട്രാ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് എൽ നിനോ സതേൺ ഓസിലേഷൻ അഥവാ എൻസോ ഇവൻറ്റിനെ പറ്റിയിട്ടാണ്. ജനറലി ഇപ്പം കുറേയധികം നമുക്ക് കുറച്ചുകൂടെ നോർമലായിട്ട് എന്താണ് ഈ ഒരു ടേംസൊക്കെ പത്രങ്ങളിലും മറ്റും ഡിസ്കസ് ചെയ്ത് വരുന്നുണ്ട്. മുൻപായിരുന്നുണ്ടെങ്കിൽ പക്കാ ടെക്നിക്കലായിരുന്നു, അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി അറിയണമെന്ന് നിർബന്ധമില്ലായിരുന്നു. പക്ഷേ നമ്മൾ കൂടുതൽ പഠനങ്ങളും കൂടുതൽ എക്സ്പോഷറും ഒക്കെ ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മീഡിയാസിലുമൊക്കെ എന്താണ് ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു അറ്റ്മോസ്ഫിയറിൽ എയറിൻ്റെ മൂവ്മെൻറ്റ്, ഈ പ്ലാനറ്ററി വിൻഡ്സിൻ്റെ മൂവ്മെൻറ്റ്, അതേപോലെ തന്നെ ഓഷ്യൻസിനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്നത് പോലെ ആ ഒരു എനർജിയുടെ ആ ഒരു ട്രാൻസ്ഫർ വരുന്നുണ്ടെന്ന്. അപ്പം വാർമിംഗ് ആൻഡ് കൂളിംഗ് ഓഫ് ഓഷ്യൻ വാട്ടറും അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ മാത്രമല്ല എന്ത് ചെയ്യുന്നത്, ഈ മൂവ്മെൻറ്റ് അത് കാര്യമായിട്ട് പ്ലേ ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഓഷ്യൻ വാട്ടറിലേക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത് സെൻട്രൽ പസഫിക് ഓഷ്യനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ പസഫിക് ഓഷ്യൻ റീജിയനെ കൺസിഡർ ചെയ്യുന്നു. സോ പസഫിക് എന്ന് പറയുമ്പോൾ ഏതാണ്, പസഫിക്കിൻ്റെ വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് സൈഡിൽ ആരൊക്കെയാണ് വരുന്നത്, ജപ്പാൻ, ചൈന മുതൽ താഴേക്ക് വന്നാൽ ഇന്തോനേഷ്യ, അത്തരമുള്ള ക്ലബ്ബ് രാജ്യങ്ങളെല്ലാം കൂടി വരുന്നു. മീൻസ് ഐലൻഡ് ഗ്രൂപ്പുകളെല്ലാം കൂടെ വരുന്നു. ദെൻ ഇവിടെ എന്താണ് ഓസ്ട്രേലിയ വരുന്നുണ്ട്. ദെൻ ഈ ഭാഗത്ത് ഇന്ത്യ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണത് പോകുന്നത്. ഈ ഭാഗത്ത് നോർത്ത് അമേരിക്ക വരുന്നുണ്ട്, താഴെ എന്താണ് സൗത്ത് അമേരിക്ക വരുന്നുണ്ട്, സൗത്ത് അമേരിക്ക താഴെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് പസഫിക് ഓഷ്യൻ എന്ന് പറയുന്നത്. പസഫിക് ഓഷ്യൻ്റെ ഈസ്റ്റ് ആൻഡ് വെസ്റ്റേൺ സൈഡുകളിൽ വരുന്ന രാജ്യങ്ങളെ പറ്റിയിട്ടും പസഫിക് ഓഷ്യൻ എവിടെയാണെന്നുള്ളതിനെ പറ്റിയിട്ടും ഒരു ധാരണ ആദ്യം ഉണ്ടായിരിക്കുക കേട്ടോ. എന്ന് പറയുന്ന ഓസ്ട്രേലിയ, ഇതെന്ന് പറയുന്നത് ചൈന, ജപ്പാൻ ഒക്കെ നമുക്ക് ഇവിടെ എടുക്കാം. ഇവിടെ നിന്ന് പറയുന്നത് എന്താണ് നോർത്ത് അമേരിക്ക, ഇവിടെ നിന്ന് പറയുന്നത് സൗത്ത് അമേരിക്ക. ഓക്കെ, സോ ഇവിടെ പെറു എന്ന് പറയുന്ന രാജ്യമൊക്കെ ഇവിടെയാണ് വരുന്നത്. പെറു ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. പെറു കോസ്റ്റൽ കൺട്രിയാണ്. പെറു വരുന്നതെന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയുടെ വെസ്റ്റേൺ കോസ്റ്റൽ ഭാഗത്താണ് വരുന്നത്. സോ പസഫിക് ഓഷ്യൻ ലാർജസ്റ്റ് ഓഷ്യനാണ്. അതുകൊണ്ട് തന്നെ എന്താണ് എന്തായാലും ഭൂമിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരാൻ ഇതിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. സോ പസഫിക് ഓഷ്യനിൽ യൂഷ്വലി വാമർ വാട്ടർ എന്ന് പറയുന്നത്, പസഫിക് ഓഷ്യൻ്റെ സെൻട്രൽ റീജിയനുകളിലെ വാമർ വാട്ടർ എന്ന് പറയുന്നത് പെറൂവിയൻ കോസ്റ്റിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പെറൂവിയൻ കോസ്റ്റിലേക്ക് മൂവ് ചെയ്തിട്ട് ആൻഡ് ഇറ്റ് റീപ്ലേസസ് സാധാരണ ഉണ്ടായിരുന്ന കൂൾ വാട്ടറിനെ ഇത് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ മുകളിലത്തെ വാം വാട്ടർ ഇവിടേക്ക് പോകുന്നു, ഇതിനെ ഇവിടെ എന്താണ് വാമർ കണ്ടീഷൻ ഉണ്ടാക്കുന്നു. ഈ വാട്ടർ ഇവിടെ നിന്നും റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എന്താണ് കൂൾ വാട്ടർ ആയിരുന്നു വാം വാട്ടർ ആവുന്നു. Such an appearance of warm water over the coast of Peru is known as El Nino. അപ്പോൾ എന്താണ് എൽ നിനോ എന്ന് പറയുന്നത്? യൂഷ്വലി ഈ പസഫിക് ഓഷ്യൻ്റെ ഒരു സിറ്റുവേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പസഫിക് ഓഷ്യൻ എന്ന് പറയുന്നത് ഒരു കൂൾ വാട്ടർ പെറുവിൻ്റെ കോസ്റ്റിലും വാമർ വാട്ടർ ഓസ്ട്രേലിയൻ കോസ്റ്റിലുമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. വാമർ വാട്ടർ ഇവിടെയും അല്ലെങ്കിൽ സെൻട്രൽ റീജിയനിലൊക്കെ ആയിട്ട് വാമർ വാട്ടർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ എന്താണ് കൂൾ വാട്ടർ ആയിരുന്നു ഉണ്ടായിരുന്നത് ഒരു നോർമൽ സിനാരിയോയിൽ. ഇതിനെ നമ്മൾ ന്യൂട്രൽ ഫേസ് എന്നും വിളിക്കാറുണ്ട് കേട്ടോ. നോർമൽ സിനാരിയോയിൽ പെറുവിൻ്റെ കോസ്റ്റ് കൂളർ, വാമർ വാട്ടർ ഓസ്ട്രേലിയൻ തീരങ്ങളിൽ. ദെൻ ഈ ഒരു കണ്ടീഷൻ റിവേഴ്സ് ചെയ്യുന്ന സമയത്തിനെയാണ് നമ്മൾ എൽ നിനോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. 2 മുതൽ 7 വർഷത്തെ ആ ഒരു സൈക്കിളായിട്ടായിരിക്കും ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു എക്സ്റ്റെൻഡഡ് പീരീഡിൽ ഈ ഒരു എൽ നിനോ ഇഫക്റ്റ് ഉണ്ടാവാം. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വാമർ വാട്ടർ വന്ന് ചേരുന്നുണ്ട്. ദെൻ ഓസ്ട്രേലിയൻ തീരങ്ങളിൽ കൂൾ വാട്ടർ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് എന്തുണ്ടാവും എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. ഇതൊരു സിനാരിയോ ആണ്, ഇതൊരു സിറ്റുവേഷൻ ആണെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നമുക്ക് ഓരോന്നിലും എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നോക്കാം. വിത്ത് ഇമേജസ് വി ക്യാൻ ഡിസ്കസ്. ദെൻ നെക്സ്റ്റ്
ഇതിൻ്റെ റിവേഴ്സിൽ ലാനിന എന്ന് പറയുന്ന ഒരു പേര് കൊണ്ടാണ് നമ്മൾ മെൻഷൻ ചെയ്യുക. ഇതിൻ്റെ റിവേഴ്സിലും എന്താണെന്ന് നോക്കാം. ഇനി ഈ പറയുന്ന എൽനിനോ ഇവൻറ്റ് ഇതൊരു ഓഷ്യൻ പ്രതിഭാസമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഓഷ്യൻ വാട്ടറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. എന്നാൽ ഇതിന് നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് കൂടിയിട്ടൊന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയറിലും എന്ത് ചെയ്യുന്നുണ്ട്, പ്രഷർ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. ഈ പറയുന്ന പെസിഫിക് റീജിയനിലും ഓസ്ട്രേലിയൻ തീരങ്ങളിലും ഒക്കെ ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രഷർ ചേഞ്ചസ് കൂടിയായിട്ട് ഈ പറയുന്ന എൽനിനോ സിസ്റ്റം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം രണ്ടും ഇൻ്റർ റിലേറ്റഡ് ആണ്. അപ്പോൾ ഒന്ന് കാരണം മറ്റൊന്നും ഉണ്ടാവുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് എന്താണ്, രണ്ടും ഇൻ്റർ റിലേറ്റഡ് ആണ്. എൽനിനോയും അപ്പർ അറ്റ്മോസ്ഫിയറിലുള്ള ഒരു പ്രഷർ സിസ്റ്റവും തമ്മിൽ എന്താണ് കണക്റ്റഡ് ആണ്. താഴെയുള്ള ഓഷ്യൻ വാട്ടറും മുകളിലുള്ള അപ്പർ സർക്കുലേഷനും തമ്മിൽ കണക്റ്റഡ് ആകുന്നു. ഇങ്ങനെയുള്ള പ്രഷർ ചേഞ്ചസിനെ, ഫ്ലക്ച്വേഷൻസ്, ലോ പ്രഷർ ഹൈ പ്രഷർ റീജിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനെ നമ്മൾ സതേൺ ഓസിലേഷൻ എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു പ്രഷർ കണ്ടീഷൻ ഓവർ ദ പെസിഫിക് റീജിയനിലെ പ്രഷർ കണ്ടീഷനെ സതേൺ ഓസിലേഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും ഇൻ്റർ പ്ലേ ഉള്ളത് കാരണത്താലായിട്ട്, ഇൻ്റർ റിലേറ്റഡ് ആയ കാരണത്താലായിട്ട് ഈ രണ്ട് ഇവൻറ്റിനെയും കൂടെ ടുഗദർ വി ക്ലബ് ഇറ്റ് ആൻഡ് കോൾ ബൈ ദ നെയിം എൽനിനോ അസോസിയേറ്റഡ് സതേൺ ഓസിലേഷൻ ഓർ എൽനിനോ സതേൺ ഓസിലേഷൻ അഥവാ എൻസോ എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് മാത്രം ഇതിനെ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. നമ്മൾ ഇനി എന്ത് പറഞ്ഞാലും എൽനിനോ അതോടൊപ്പം എന്താണ് സതേൺ ഓസിലേഷൻ ഇവൻറ്റ് രണ്ടും കൂടി ഒരുമിച്ച് സംഭവിക്കുന്നു. പിന്നെ എൽനിനോ എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ പിന്നിൽ എന്താണ് ഇതുകൂടി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഈ എൻസോ ഇവൻറ്റ് പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു എൽനിനോ ഇവൻറ്റ് പോസിറ്റീവായിട്ട് സ്ട്രോങ്ങറായിട്ട് ഉണ്ടാകുന്ന സമയത്ത് വേൾഡ് ക്ലൈമറ്റിൽ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് സൗത്ത് അമേരിക്കൻ കോസ്റ്റൽ റീജിയനുകളിൽ റെയിൻഫോൾ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. പെറുവിൻ്റെ കോസ്റ്റൽ റീജിയനുകളിൽ റെയിൻഫോൾ ഉണ്ടാകുന്നു. ദെൻ ഡ്രോട്ട് ഒക്കേഴ്സ് ഓവർ ഓസ്ട്രേലിയ ആൻഡ് സംടൈംസ് ഇൻ ഇന്ത്യ ആൻഡ് ഫ്ലഡ്സ് ഇൻ ചൈന. അപ്പോൾ ഇന്ത്യയിലും ഓസ്ട്രേലിയയിലും എന്താണ് ഡ്രൗട്ട് സിറ്റുവേഷൻ, മഴയില്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. ചൈനയിൽ നല്ല മഴ ഉണ്ടാവാൻ, ഫ്ലഡ് സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സൗത്ത് അമേരിക്കയിൽ എന്താണ് റെയിൻഫോൾ ഉണ്ടാകുന്നു. അതിൽ ചൈന അവിടെ നിൽക്കട്ടെ, ഈ അമേരിക്ക, ഓസ്ട്രേലിയ, ഇന്ത്യ തീരങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് ലോജിക്കലി നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, എൽനിനോ എന്ന് പറയുന്ന ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് സാധാരണ അമേരിക്കയുടെ വെസ്റ്റേൺ കോസ്റ്റൽ, സൗത്ത് അമേരിക്കയുടെ വെസ്റ്റേൺ കോസ്റ്റൽ റീജിയനുകളിൽ കമ്പാരിറ്റീവ്ലി എന്താണ് ഒരു കൂളർ വാട്ടറും മിഡ് പസഫിക് ടു ഓസ്ട്രേലിയൻ തീരങ്ങളിൽ എന്താണ് ഒരു വാമർ വാട്ടറുമായിരുന്നു ഉണ്ടാവേണ്ടിയിരുന്നത്. അത് നോർമൽ സിനാരിയോ. ഇത് റിവേഴ്സിൽ സംഭവിക്കുന്ന സമയത്ത് ഈ പെറുവിയൻ ഭാഗത്ത് എന്താണ് മഴ പെയ്യ്ക്കുന്നതിനും ഓസ്ട്രേലിയൻ ഭാഗവും ഇന്ത്യയുടെ റീജിയനുകളും ഡ്രൗട്ട് സിറ്റുവേഷൻ ഉണ്ടാകുന്നതിനും വെള്ളം കുറയുന്നതിനും അത് കാരണമാവുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ അപ്പർ എയറുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പർ എയർ സർക്കുലേഷൻ ആ ഒരു ഭാഗവുമായിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് നമ്മളതിനെ വിളിക്കുന്നത്, എൽനിനോയും സതേൺ ഓസിലേഷനും എന്ന രീതിയിൽ എൽനിനോ സതേൺ ഓസിലേഷൻ എന്ന് പറയുന്ന ടേം കൊണ്ടാണ് വിളിക്കുന്നത്. ഇനി നമുക്ക് ഈ പറയുന്ന എൻസോ ഇവൻറ്റിൻ്റെ ആ ഒരു കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. So here you can see three images. First one is the neutral phase, the second one is the La Nina phase, and the third one is the El Nino phase. അപ്പോൾ ഇവിടെ മുതൽ നമുക്കിത് പഠിച്ചോർത്ത് വെക്കുന്നതിൻ്റെ ഒരു എളുപ്പത്തിനാണ് അങ്ങനെ പറയുന്നത്. ആ അവസാനം എൽനിനോയെ കൊണ്ട് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ്. സോ ന്യൂട്രൽ ഫേസ് എന്ന് പറയുമ്പം ട്രേഡ് വിൻഡ്സ് എന്ന് പറയുന്നത്, ട്രേഡ് വിൻഡ്സ് അതിൻ്റെ ഒരു നോർമൽ വേഗതയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഒരു ട്രേഡ് വിൻഡ്സിൻ്റെ ഇഫക്റ്റ് കാരണത്താലായിട്ട് വാമർ ആവുന്ന സെൻട്രൽ പസഫിക് ഓഷനിലെ വെള്ളം കുറച്ചുകൂടി എന്താണ് ഈ പറയുന്ന ആ ഒരു വിൻഡിൻ്റെ ഇൻഫ്ലുവൻസ് കാരണത്താലായിട്ട് കുറച്ചുകൂടെ വെസ്റ്റേൺ സൈഡിലേക്കായിട്ടായിരിക്കും നിൽക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകുന്നത്. സോ വാമർ വാട്ടേഴ്സ് ഓവർ ദീസ് ആർക്കിപ്പലാഗോ റീജിയൻ ആൻഡ് ടുവേർഡ്സ് ദ കോസ്റ്റൽ പോർഷൻസ് ഓഫ് ഓസ്ട്രേലിയയുടെ കോസ്റ്റൽ റീജിയനുകളിലും മറ്റു ഭാഗങ്ങളിലുമൊക്കെ എന്താണ് ആ ഒരു വെസ്റ്റേൺ സൈഡ് ഓഫ് ദ പസഫിക് ഓഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വാമർ വാട്ടർ ആയിരിക്കും ഉണ്ടാകുന്നത്. ഈ വാമർ വാട്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വെക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലൗഡ് ഫോർമേഷൻ വിൽ ബി ദെയർ. കാരണം വെള്ളം വാമറാണ്, അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ നിന്ന് നീരാവി ഉണ്ടാകുന്നു, വേപ്പേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേപ്പറൈസേഷൻ സംഭവിക്കുന്നു, വാട്ടർ വേപ്പർ ഡെവലപ്പ് ചെയ്യുന്നു. അവിടെ എന്താണ് ചൂടുള്ള സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ എന്താണ് എയർ ഉയർന്നു പോകുന്നുണ്ട്. അങ്ങനെ ഉയർന്നു പോകുന്ന എയർ എന്ന് പറയുന്നത് മുകളിൽ പോയി കണ്ടൻസ് ചെയ്തിട്ടൊരു കൺവെക്റ്റീവ് ടൈപ്പ് ഓഫ് റെയിൻഫോൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ മുകളിൽ ക്ലൗഡ്സ് ഫോം ചെയ്യുന്നു, ഇവിടെ മഴയായിട്ട് പെയ്യുന്നു. ഒരു നോർമൽ രീതിയിലുള്ള മഴയായിരിക്കും അവിടെ കിട്ടുന്നത്. ഇതാണ് ന്യൂട്രൽ ഫേസിൽ സംഭവിക്കുക. അപ്പോൾ പെറുവിയൻ റീജിയൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൂളർ റീജിയൻ ആയതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ എന്താണ് എയർ ഇങ്ങനെ സബ്സൈഡ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൺവെക്റ്റീവ് കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നു, അതെന്ത് ചെയ്യുന്നു ഇവിടേക്കായിട്ട് മൂവ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ കണ്ട സെല്ലില്ലേ, ഇവിടെ എന്താണ് സബ്സൈഡ് ചെയ്ത് എയർ നിൽക്കുന്നു, അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് എയർ ഇവിടേക്കായിട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സെല്ലും ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ മുകളിൽ എന്താണ് ഒരു സെല്ല് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സെല്ല് പോലെ ഒരു സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. താഴെ ഓഷ്യൻ വാട്ടറിനും അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട്. ഇതാണ് ഒരു നോർമൽ സിനാരിയോ എന്ന് പറയുന്നത്. എന്നാൽ സംടൈംസ് ഇതൊന്ന് സ്ട്രെങ്തൻ ആവും, ലാനിന ഫേസ്. ഓക്കെ, ഇതൊന്ന് സ്ട്രെങ്തൻ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആവുന്നത്, അതായത് ട്രേഡ് വിൻഡുകൾ നന്നായിട്ട് അങ്ങ് സ്ട്രോങ്ങർ ആയി കഴിഞ്ഞാൽ മോർ ആൻഡ് മോർ
വാമർ വാട്ടർ വിൽ ബി പൈലിംഗ് അപ്പ് ഇൻ ദിസ് റീജിയൻ. കൂടുതൽ ഏരിയ വാമർ വാട്ടേഴ്സായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് എന്താണ്, ഈ ഭാഗത്ത് നേരത്തെ ഉണ്ടായിരുന്ന ആ സിറ്റുവേഷൻ, നോർമൽ ഫേസിൽ എന്താണോ സംഭവിച്ചത് അത് എൻഹാൻസ്ഡ് ആവുന്നു. മഴ നന്നായിട്ട് കൂടുന്നു, കൺവെക്ഷൻ നന്നായിട്ട് കൂടുന്നു, മഴ നന്നായിട്ട് കൂടുന്നു. അതേപോലെ തന്നെ എന്താണ്, ഈ പെറുവിൻ്റെ കോസ്റ്റിൽ, സൗത്ത് അമേരിക്കൻ കോസ്റ്റ് കൂളർ ദാൻ ദ നോർമൽ, കുറച്ചുകൂടി എന്താണ് ഡ്രൈ ആൻഡ് ഡ്രൗട്ട് സിറ്റുവേഷൻ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അപ്പം എന്താണോ ന്യൂട്രൽ ഫേസ് അത് നന്നായിട്ട് സ്ട്രോങ്ങർ ആവുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ലാനിന ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓഷ്യൻ വാട്ടർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും എന്താണ്, അവിടെ നിങ്ങൾ നോക്കിയാൽ അവിടെ വെള്ളത്തിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് കാണുന്നുണ്ട്. മോർ ആൻഡ് മോർ അപ്വെല്ലിംഗ് ഓഫ് വാട്ടർ വിൽ ബി ഹിയർ. അപ്പോൾ കോൾഡർ വാട്ടർ കൂടുതലായിട്ട് ഇവിടേക്ക് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഒരുപാട് അപ്വെല്ലിംഗ്, മുകളിലേക്ക് വെള്ളം ഒരുപാട് അപ്വെല്ല് ചെയ്ത് വരുന്നുണ്ട്. അപ്പം സെക്കൻഡ് സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ കൂളർ വാട്ടർ ഇവിടേക്ക് വരുന്നു. അപ്പം ഓഷ്യൻ വാട്ടർ കൂളറായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ താഴത്തെ ഓഷ്യനിലും ഇതിൻ്റേതായിട്ടുള്ള ഡിഫറൻസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ എന്തിലേക്ക് വരുന്നത്, എൽ നിനോ ഫേസിലേക്ക് വരുന്നത്. അവിടെയാണ് എന്താണ് സൈക്ലിക്കൽ ഇവൻറ്റ്സ് ഉണ്ടാകുന്നത്, എൽ നിനോ എന്ന് പറയുന്ന പ്രതിഭാസം. എൽ നിനോയുടെ സമയത്ത് ട്രേഡ് വിൻസ് വീക്കർ ദാൻ ദ നോർമൽ ആയിരിക്കും. സാധാരണ ഉള്ളതിനേക്കാളും വീക്കർ ട്രേഡ് വിൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, വെള്ളം ഇവിടേക്കായിട്ട് മൂവ് ചെയ്യാതെ തിരിച്ച് ഇപ്പോഴത്തെ ഭാഗത്തേക്കായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഇവിടെ അപ്വെല്ലിംഗ് ഉണ്ടാവത്തില്ല, വെള്ളത്തിൻ്റെ കോൾഡർ വാട്ടറിൻ്റെ അപ്വെല്ലിംഗ് സർഫസിൽ, അതായത് ഓഷ്യൻ സർഫസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവത്തില്ല. അപ്പം കോൾഡർ വാട്ടർ വരുന്നുമില്ല. ഇവിടെ എന്താണ്, ഈ പറയുന്ന രീതിയിൽ വിൻഡിൻ്റെ സ്ട്രെങ്ത് കുറയുമ്പം ബാക്കിലേക്കായിട്ട്, അതായത് തിരിച്ചെന്നുള്ളൊരു രീതിയിലേക്കായിട്ട് വാമർ വാട്ടർ വന്നിട്ട് പൈലപ്പ് ചെയ്യും. അങ്ങനെ പൈലപ്പ് ചെയ്യുമ്പോൾ എന്താണോ ന്യൂട്രൽ ഫേസിലും മറ്റ് ലാനിന ഫേസിലും ഓസ്ട്രേലിയക്ക് സംഭവിച്ചത് അത് തന്നെയായിരിക്കും എവിടെ സംഭവിക്കുന്നത്, നമ്മളുടെ പെറൂവിയൻ കോസ്റ്റിൽ സംഭവിക്കുന്നത്. പെറൂവിയൻ കോസ്റ്റിലും അതിൻ്റെ ഒരു സെൻട്രൽ പസഫിക്കിൻ്റെ ഭാഗങ്ങളിലേക്കും വരുന്ന പോർഷനിൽ എവിടെയൊക്കെയാണോ വാമർ വാട്ടർ വരുന്നത് അവിടെ എന്താണ് കൺവെക്ഷൻസ് ഉണ്ടാവുകയും അവിടെ എന്ത് ചെയ്യുന്നു, മഴ നന്നായിട്ട് പെയ്യുകയും പെറൂവിയൻ കോസ്റ്റൽ റീജിയനിൽ നല്ല രീതിയിൽ മഴ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഓസ്ട്രേലിയയുടെയും മറ്റ് കോസ്റ്റൽ റീജിയനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളിൽ കൂളർ വാട്ടറായിട്ട് മാറുന്നു. ഈ ഭാഗങ്ങളിൽ കൂളർ വാട്ടറായി മാറുന്ന കാരണത്താലായിട്ട് എന്താണ്, ഈ വെള്ളം, ഈ കോൾഡർ വാട്ടറിൻ്റെ എഫക്റ്റ് ഇന്ത്യൻ ഓഷൻ്റെ ഭാഗത്തേക്ക് നമുക്കുണ്ടാകും. അവിടെയും എന്താണ് പറയുന്ന തരത്തിലൊരു ഒരു എന്താണ് ഡ്രൈ കണ്ടീഷൻസ് ആണ്, അല്ലെങ്കിൽ കോൾഡർ എയർ ആണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നീരാവി കൂടുതൽ ഫോം ചെയ്യാനുള്ളൊരു സാഹചര്യം കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് മഴയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അപ്പോൾ മൺസൂൺ വിൻഡ് എന്ന് പറയുന്നത് എന്താണ്, മോയ്സ്ചർ കടലിൽ നിന്നും പിക്ക് ചെയ്തുകൊണ്ട് വരുന്ന വിൻഡാണ്. അപ്പോൾ കടലിൽ നിന്ന് മോയ്സ്ചർ കുറഞ്ഞു വരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇന്ത്യൻ ഓഷൻ ഡൈപോളും ഒക്കെ ആഡ് ചെയ്യാം. അത് മൺസൂണിൻ്റെ അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ആ കാരണത്താലായിട്ട് എന്താണ്, എൽ നിനോ ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യക്ക് മഴ, മോയ്സ്ചർ ലാഡൻ വിൻഡ്സ് കുറഞ്ഞു വരുന്ന കാരണത്താലായിട്ട് മഴ ഉണ്ടാവാതെ വരും. അപ്പോൾ എന്താണ്, ഓസ്ട്രേലിയയിൽ പക്ക ഡ്രൗട്ട് സിറ്റുവേഷൻ ഉണ്ടാകുന്നു ആ ഭാഗങ്ങളിൽ. ഇന്ത്യയിലേക്ക് വരുമ്പോൾ മൺസൂണിനെ അത് എഫക്റ്റ് ചെയ്യുന്നു. മൺസൂണൽ റെയിൻഫോൾ ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ മൺസൂണിന് കുറവുണ്ടാവും, മൺസൂണൽ റെയിൻഫോളിന് കുറവുണ്ടാകുന്നു എൽ നിനോ ഇഫക്റ്റ് കാരണത്താലായിട്ട്. സോ ഇതെന്താണ്, ജനറൽ സർക്കുലേഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ആ പ്ലാനറ്ററി വിൻഡ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് ഇതെന്ന് പറയുന്നത്. ഓൺ ഓഷ്യൻ വാട്ടറിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് എൽ നിനോ ലാനിന, എൽ നിനോ അസോസിയേറ്റഡ് സദേൺ ഓസിലേഷൻ എന്ന് പറയുന്നത്. ഇത് എക്സാമിന് പലപ്പോഴായി ചോദിച്ചിട്ടുള്ളൊരു ഏരിയയാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ്. അപ്പം ആ ഒരു ഭാഗം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും അതേപോലെ തന്നെ അതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടും പഠിച്ചു വെച്ചിരിക്കുക. എന്തുകൊണ്ട് ഇന്ത്യൻ മൺസൂണിനെ എഫക്റ്റ് ചെയ്യുന്നു, എങ്ങനെയാണ് ഏത് കോസ്റ്റൽ റീജിയനിലാണ് കോൾഡർ ആൻഡ് ഹോട്ടർ വാട്ടർ വരുന്നത് എന്നുള്ളത്, ഏത് ഭാഗമാണ് ഡ്രൈ ആവുന്നത് എന്നുള്ളത്. അപ്പം ഇതൊക്കെ എന്താണ് സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് പരീക്ഷയ്ക്ക് വരും. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നൗ ദ നെക്സ്റ്റ് വൺ ഈസ് ജെറ്റ് സ്ട്രീംസ്. നമ്മൾ ഈ ഒരു അപ്പർ എയർ സർക്കുലേഷൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോഴും ഈ സെല്ലുകളുടെ ഒരു ഫോർമേഷൻ പറഞ്ഞു വരുമ്പോഴും എന്താണ് നമുക്ക് മെൻഷൻ ചെയ്യേണ്ട ഒരു ഭാഗമാണ് ജെറ്റ് സ്ട്രീംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത് എന്താണെന്ന് സിംപ്ലി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ജെറ്റ് സ്ട്രീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർഫസിൽ നിന്നും അത്യാവശ്യം ഉയരത്തിൽ മാറിയിട്ട് ഒരു 9 കിലോമീറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു ഹൈറ്റിലേക്കൊക്കെ മാറിയിട്ട് ഫീറ്റിൽ പറഞ്ഞാൽ 20,000 to 50,000 ഫീറ്റ് എന്ന് പറയുന്ന ഒരു ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോയതിന് ശേഷം അവിടെ ഒരു ബാൻഡ് ഓഫ് എയർ, ഈ ഇമേജിൽ കാണിച്ചിട്ടുള്ളത് പോലെ ഒരു പർട്ടിക്കുലർ പാത്തിലൂടെ ഒരു ബാൻഡായിട്ട് ഒരു കർവേച്ചറാണ്, അതായത് ഈ എയറിൻ്റെ ഒരു ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു, നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എയർ മൂവ്മെൻ്റ് ആണുള്ളത്. ഓക്കെ, വെലോസിറ്റിക്ക് വളരെ ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു ബാൻഡ് ഓഫ് എയർ ഭൂമിക്ക് ചുറ്റുമായിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും ഇത്. എന്നാൽ ഇത് എല്ലാവരും ഇത് കണക്ഷൻ ഒന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ബാൻഡ് ഓഫ് എയറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ജെറ്റ് സ്ട്രീംസ് എന്ന് വിളിക്കും. ബാൻഡ് ഓഫ് വിൻഡിനെയാണ് നമ്മൾ മൂവ് ചെയ്യുന്ന എയറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ജെറ്റ് സ്ട്രീംസ് എന്ന് വിളിക്കുന്നത്. അപ്പം
അപ്പർ ലെയേഴ്സ് ഓഫ് ദ ട്രോപ്പോസ്ഫിയറിൽ, അതായത് ഹൈറ്റ് കൂടുതലും ആ ഒരു അപ്പർ റീജിയനിലേക്ക് എത്തുന്നു 9 കിലോമീറ്റേഴ്സ് വരെയൊക്കെ എത്തുന്ന ഭാഗങ്ങളിൽ ഒരു ബാൻഡായിട്ട് എയർ മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ജെറ്റ് സ്ട്രീംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജെറ്റ് സ്ട്രീംസ് എന്തുകൊണ്ടുണ്ടാവുന്നു എന്നുള്ളതാണ്. ജെറ്റ് സ്ട്രീംസ് എവിടെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടുണ്ടാവുന്നു എന്ന് മനസ്സിലാവും. ആക്ച്വലി ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് നമ്മളുടെ ഹാറ്റ്ലി സെല്ലും ഫെറൽ സെല്ലും കൂടെ നിൽക്കുന്നതിൻ്റെ ഇടയിലായിട്ടുള്ള ഉയർന്ന റീജിയനാണ്. ഇതെന്ന് പറയുന്നത് ഫെറൽ സെല്ലിനും പോളാർ സെല്ലിൻ്റെയും മുകളിലത്തെ പോർഷനാണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ പ്രീവിയസ് ഇമേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ കാണിച്ചു തരാം എവിടെയായിരിക്കും ജെറ്റ് സ്ട്രീംസ് വരുന്നത് എന്നുള്ളത്. ഇത് കണ്ടോ, ഇവിടെയാണ് ജെറ്റ് സ്ട്രീംസിൻ്റെ ഫ്ലോ വരുന്നത്. അതാണ് ഇങ്ങനെ ഒരു ക്രോസ് സെക്ഷൻ പോലെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പോളാർ സെല്ലും ഫെറൽ സെല്ലും അതേപോലെ ഫെറൽ സെല്ലും ഹാഡ്ലി സെല്ലിൻ്റെയും ഈ ഒരു ഭാഗത്തും ജെറ്റ് സ്ട്രീംസ് വരാം. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ജെറ്റ് സ്ട്രീംസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോളാർ സെല്ലിൻ്റെയും ഫെറൽ സെല്ലിൻ്റെയും ഇടയിലുള്ള ആ ഒരു പോർഷൻ നമ്മൾ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ജെനിസിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പോളാർ സെല്ലും ഫെറൽ സെല്ലും നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പോളാർ സെൽ എന്ന് പറയുന്ന ആ ഭാഗങ്ങളുടെ പോളാർ റീജിയൻ എന്ന് പറയുന്നത് നല്ല തണുത്തിട്ടുള്ള വിൻഡ് ഒരു സിസ്റ്റമാണ്. ഈ ഫെറൽ സെല്ലിൻ്റെ ഭാഗം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി എന്താണ്, ടെമ്പറേച്ചർ വളരെയധികം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ടെമ്പറേച്ചറാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന രണ്ട് സെല്ലുകളുടെ ഇടയിലായിട്ട് എന്ത് ചെയ്യുക, ഒരു ചേണിങ് ഇഫക്റ്റ് ഉണ്ടാക്കുകയും ഇവിടെയുള്ള എയറിന് എന്താണ് ഒരു മൂവ്മെൻറ്റ് കൊടുക്കുകയും പിന്നെ അതാണ് അക്രോസ് ദിസ് എൻറ്റയർ സെൽ അത് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സെല്ലാണെന്നുണ്ടെങ്കിൽ ഈ സെല്ലിൻ്റെ ടെമ്പറേച്ചർ, ഈ രണ്ട് സെല്ലുകളുടെയും ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് ഇവയുടെ ഇടയിലുള്ള വിൻഡിനെ ജനറേറ്റ് ചെയ്ത് ആ സെല്ലുകളുടെ ഇടയിലുമായിട്ട് ഇതിങ്ങനെ സെല്ല് കിടക്കുകയല്ലേ, അതിനിടയിലൂടെ ആയിട്ട് എന്ത് ചെയ്യുന്നത്, എക്രോസ് അല്ല, ഈ ഭൂമിയെ കവർ ചെയ്യത്തക്ക രീതിയിൽ കറങ്ങി വരത്തക്ക രീതിയിൽ ജെറ്റ് സ്ട്രീംസ് എന്ന രീതിയിൽ വിൻഡ് വരുന്നത്. ഒരു ഹൈ വെലോസിറ്റി വിൻഡാണ്, അപ്പർ അറ്റ്മോസ്ഫിയറിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ജിയോസ്ട്രോഫിക് വിൻഡ് എന്നാണ് വിളിക്കാറുള്ളത് അല്ലേ. പ്രഷർ, നമ്മളുടെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ആബ്സെൻസിൽ എന്തായിരുന്നു, ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ആബ്സെൻസിൽ രണ്ട് ഐസോബാറുകൾ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ആബ്സെൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഐസോബാറുകൾക്ക് പാരലായിട്ട് ആര് സഞ്ചരിക്കുന്നു, വിൻഡ് വീശുന്നു ഇൻ ദ അപ്പർ ലെയേഴ്സ് അല്ലെങ്കിൽ അപ്പർ റീജിയൻസ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫ്രിക്ഷൻ. സോ ദിസ് ഈസ് കോൾഡ് ആസ് എ ജിയോസ്ട്രോഫിക് വിൻഡ്. സോ ദിസ് ജെറ്റ് സ്ട്രീം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ജിയോസ്ട്രോഫിക് വിൻഡ്സ്. ഓക്കെ, ഇനി ഈ പോളാർ സെല്ലിനും ഫെറൽ സെല്ലിൻ്റെയും ഇടയിൽ ഏതെങ്കിലും കാരണത്താലായിട്ട് സംടൈംസ് എന്താണ്, ഇപ്പോൾ വിൻ്റർ സീസൺ ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ വിൻ്റർ സീസൺ ഉണ്ടാകുമ്പം ഈ പറയുന്ന പോളാർ റീജിയൻ നന്നായിട്ട് തണുക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്കും പോളാർ സെല്ലിൻ്റെയും ഫെറൽ സെല്ലിൻ്റെയും ആ റീജിയണിൽ, അതായത് മിഡ് ലാറ്റിറ്റ്യൂഡ് റീജിയണിലും ഈ പറയുന്ന പോളാർ റീജിയണുകളിലും ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും. ഈ ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ ജെറ്റ് സ്ട്രീമിൻ്റെ ഇൻറ്റൻസിറ്റി കൂടാൻ തുടങ്ങും. ഓക്കെ, അതിൻ്റെ വെലോസിറ്റി, ആ ജെറ്റ് സ്ട്രീം ഉള്ളിൽ ആ പോർഷനിലൊക്കെ എന്ന് പറയുന്നത് ഹൈ വെലോസിറ്റി ആയിട്ട് മാറാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ജെറ്റ് സ്ട്രീംസ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് വിൻഡ്സിനെ പറ്റിയിട്ടൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ജെറ്റ് സ്ട്രീംസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക്കലി പറഞ്ഞ് ഇവിടെ കൊണ്ട് നിർത്തുകയല്ല, ഇന്ത്യൻ മൺസൂണിനെയൊക്കെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ജെറ്റ് സ്ട്രീംസ് വരുന്നുണ്ട്. ഗ്ലോബൽ ക്ലൈമറ്റിനെ ജെറ്റ് സ്ട്രീംസ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ജെറ്റ് സ്ട്രീംസ് വരയ്ക്കുമ്പം നിങ്ങൾ കണ്ടിട്ടുള്ളൊരു കാര്യം, ഇതേപോലെയുള്ള ഒരു സൈനസോയിഡൽ കർവ് പോലെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു മിയാൻഡറിങ് ഓഫ് ജെറ്റ് സ്ട്രീംസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റോസ് ബൈ വേവ്സ്. സോ ഇഫ് യു ലുക്ക് ഇൻ ടു ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജെറ്റ് സ്ട്രീംസിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ജെനിസിസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് തെർമൽ കോൺട്രാസ്റ്റ് ഓഫ് എയർ സെൽസിൻ്റെ തെർമൽ കോൺട്രാസ്റ്റ് കാരണത്താലായിട്ടാണ് ജെറ്റ് സ്ട്രീംസ് ഉത്ഭവിക്കുന്നത്. ദെൻ ഇതിൻ്റെ മിയാൻഡറിങ് അല്ലെങ്കിൽ ആ ഒരു വേളിംഗ് എഫക്റ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, റോസ് ബൈ വേവ്സ് എന്ന് വിളിക്കുന്നു. ദെൻ ഇക്വറ്റോറിയൽ എക്സ്റ്റൻഷൻ ഓഫ് ജെറ്റ് സ്ട്രീം ഈസ് മോർ ഇൻ വിൻ്റർ ബിക്കോസ് ഓഫ് ദ സദേൺ ഷിഫ്റ്റ് ഓഫ് ദ പ്രഷർ ബെൽറ്റ്. ഇനി പ്രഷർ ബെൽറ്റുകൾ സൗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിൻ്റർ സമയത്ത്, ഇപ്പോൾ നമ്മൾ നോർത്ത് ആൻഡ് സൗത്ത് ഹെമിസ്ഫിയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിൻ്റർ സമയത്ത് പ്രഷർ ബെൽറ്റുകളെല്ലാം സൗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഭാഗത്തുണ്ടായിരുന്ന ജെറ്റ് സ്ട്രീംസ് എന്ന് പറയുന്നത് ഇക്വേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. കാരണം പ്രഷർ ബെൽറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് ആ പോയിന്റുകളെല്ലാം താഴേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ജെറ്റ് സ്ട്രീംസിൻ്റെ ഇൻഫ്ലുവൻസും താഴേക്കായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. Then during winters the thermal contrast increases and the intensity of the high pressure center as the pole increases. It intensifies the formation of jet streams, its extension as well as its velocity. വിൻ്റർ സമയം എത്തുമ്പോഴേക്കും എന്താണ്, തെർമൽ കോൺട്രാസ്റ്റ് കൂടാൻ തുടങ്ങും. കാരണം വിൻ്ററിൽ ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നോർത്തേൺ ഹെമിസ്ഫിയർ മീൻസ് നോർത്ത് പോളാർ റീജിയൻ നന്നായിട്ട് തണുക്കുന്നുണ്ട്. അപ്പം തെർമൽ കോൺട്രാസ്റ്റ് നന്നായിട്ട് ഡിഫറൻ്റ് ആയിട്ട് വരും. ആ സമയത്ത് ജനറേറ്റ് ചെയ്യുന്ന ജെറ്റ് സ്ട്രീംസ് എന്ന് പറയുന്നതിൻ്റെ ഇൻറ്റൻസിറ്റിയും വെലോസിറ്റിയും ഒക്കെ വളരെ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഈ പറയുന്ന വേവ്സ് ഇല്ലേ, ഈ റോസ് ബൈ വേവ്സ് എന്ന് പറയുന്ന സംഗതി, ഈ റോസ് ബൈ വേവ്സിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് പിന്നീട് നോക്കാനുള്ളതാണ്. ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പം ഇപ്പം സംടൈം പോളാർ നോക്കാം. പോളാർ നോർമൽ ദാൻ യൂഷ്വൽ താഴേക്കായിട്ട് കർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഈ ഭാഗങ്ങളിൽ തണുപ്പില്ലാതിരുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പോളാർ റീജിയനെ എൻ്റെ ആ ഒരു റീജിയനിൽ ഒരു ഗേറ്റ് വേ പോലെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്, പോളാർ വിൻഡ്സിനെ ഇങ്ങോട്ടേക്ക് കടത്തി വിടാതെ.
അപ്പോൾ അതിനെ ഇങ്ങോട്ടേക്ക് കടത്തിവിടുന്ന ആ ഒരു റീജിയൻ പോലെ, അതായത് ഇത്ര ഭാഗത്തേക്കായിട്ട് ഇതിറങ്ങി വരാനത് കാരണമാകുന്നു. അപ്പോൾ ഇതിൻ്റെ മിയാൻഡറിങ് ഇങ്ങനെ മാറുന്നതിനനുസരിച്ച്, ആ കർവേച്ചർ മാറുന്നതിനനുസരിച്ച് ആ ഭാഗങ്ങളിലൂടെ കോൾഡ് വേവ്സ് കടന്നു പോവുകയൊക്കെ ചെയ്യും. അത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഭാഗമാണ്. പക്ഷേ ഇതിൻ്റെ ഇൻഫ്ലുവൻസസ് ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ആ അറ്റ്മോസ്ഫിയറിക് വിൻഡ്സിനെ പറ്റിയിട്ടാണ് ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പറഞ്ഞു പോയ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഗ്ലോബലി എഫക്റ്റ് ചെയ്യുന്ന ഈ ഫിനോമിനാസൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ദിസ് ഈസ് അബൌട്ട് ജെറ്റ് സ്ട്രീംസ്. ദെൻ ജെറ്റ് സ്ട്രീംസ് പോളാർ റീജിയനിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് നമ്മൾ പോളാർ ജെറ്റ് സ്ട്രീംസ് എന്ന് വിളിക്കുന്നു. സബ് ട്രോപ്പിക്കൽ റീജിയനിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് നമ്മൾ സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീംസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളിലാണ് നമുക്ക് തെർമൽ കോൺട്രാസ്റ്റ് വരികയും അവിടെയാണ് ജെറ്റ് സ്ട്രീംസ് ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇത് ഇന്ത്യൻ മൺസൂണിനെ അടക്കം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇതൊരു ഗ്ലോബൽ ഫിനോമിനാണ്. അതുകൊണ്ട് തന്നെ പല നാട്ടിലെ പല കാര്യങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നൗ ദിസ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് എയർ. ഇതാണ് എന്തെന്ന് പറയുന്നത്, ജെറ്റ് സ്ട്രീംസിലൂടെ എയർ മൂവ് ചെയ്യുന്നതിൻ്റെ ഒരു സിമുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോഴ്സ് ഫ്രം നാസ. ഇങ്ങനെയാണ് ജെറ്റ് സ്ട്രീംസ്. ആ വിൻഡിൻ്റെ മൂവ്മെൻ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പം വിൻഡിൻ്റെ മൂവ്മെൻറ്റിൽ നിങ്ങൾക്ക് കുറേ പ്രത്യേകതകളൊക്കെ കാണാൻ പറ്റും. ചില ഭാഗങ്ങളിൽ ഇത് ബ്രേക്ക് ആയൊക്കെ പോകും. ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ വേറൊരു ഡയറക്ഷനിലേക്ക് വരുന്നു. അത് ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളൊക്കെ അതിലേക്ക് വരുന്നുണ്ട്. ചില സമയത്ത് ഇതിങ്ങനെ ബ്രേക്ക് ആവും. ബ്രേക്ക് ആയി പോകുമ്പോൾ എന്താണ്, കണ്ടിന്യൂറ്റി ഇല്ല. എല്ലാ ഭാഗത്തും കർവേച്ചർ വരുന്നില്ല. പിന്നെ നല്ല സ്പീഡ് വരുന്നില്ല. നല്ല രീതിയിൽ കർവ്ഡ് ആയിട്ടുള്ള സൈനസോയിഡൽ കറണ്ട് ഈ ഭാഗങ്ങളൊക്കെ സംടൈംസ് എന്താണ് വെലോസിറ്റി കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ആ ഒരു കുറച്ചുകൂടെ ഡാർക്കറായിട്ടുള്ള ആ ഒരു റെഡ് റീജിയനിലൊക്കെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരേപോലെ അല്ല അതിനകത്തുള്ള വിൻഡിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരു കർവേച്ചറിലും ഒക്കെ എന്താണ് ഓരോ രീതിയിലുള്ള പ്രത്യേകതകളും ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലൈമറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ബേസിക്കലി ഇതൊക്കെ ഒന്ന് അറിഞ്ഞ് വെച്ചിരിക്കുക. അതിൻ്റെ ഡെപ്തിലേക്കും ഡീറ്റെയിലേക്കും നമുക്ക് പോകേണ്ട കാര്യമില്ല. അവിടെ എന്തുകൊണ്ട് സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ ഉള്ളത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ജെറ്റ് സ്ട്രീംസ്. നൗ our next discussion is about the second type of wind, which is the seasonal wind. അടുത്തത് നമുക്ക് സീസണൽ വിൻഡ്സിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. സോ സീസണൽ വിൻഡ്സ് ഈസ് അതർവൈസ് നോൺ ആസ് സെക്കൻഡറി വിൻഡ് ഓർ പീരിയോഡിക് വിൻഡ്. സോ പ്രൈമറി വിൻഡ് എന്ന് നമ്മൾ പറഞ്ഞു, ഇത് സെക്കൻഡറി വിൻഡാണ്. ഇത് പെർമനൻ്റ് അല്ല, ഇത് പീരിയോഡിക് വിൻഡാണ്. ഇതിന് നമ്മൾ സീസണൽ വിൻഡ്സ് എന്ന് വിളിക്കുന്നുണ്ട്. സോ സീസൺസ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണ്, അതിങ്ങനെ തിരിഞ്ഞു വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ എന്താണ് വൺ ടൈപ്പ്, അതുപോലെ തന്നെ അത് തിരിഞ്ഞും വരുന്നതിൻ്റെ ഡയറക്ഷൻ തിരിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പെർട്ടിക്കുലർലി എന്താണ്, അത് ഗ്യാപ്പുകൾക്കനുസരിച്ചിട്ട് റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു അർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റും. സോ ദിസ് പാറ്റേൺ ഓഫ് വിൻഡ് സർക്കുലേഷൻ ഈസ് മോഡിഫൈഡ് ഇൻ ഡിഫറെൻറ്റ് സീസൺസ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ സീസണിൽ ഒരു രീതിയാണെങ്കിൽ മറ്റൊരു പർട്ടിക്കുലർ സീസണിൽ എന്താണ് മറ്റൊരു രീതിയാണ്. ഡ്യൂ ടു ദ ഷിഫ്റ്റിംഗ് ഓഫ് ദ റീജിയൻസ് ഓഫ് മാക്സിമം ഹീറ്റ്, പ്രഷർ ആൻഡ് വിൻഡ് ബെൽറ്റ്. അപ്പോൾ വിൻഡ് ബെൽറ്റിൻ്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ചിട്ടും ഹീറ്റിംഗ് കൂളിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി മാറുന്നതിൻ്റെ അടിസ്ഥാനത്തിലും അത് കാരണത്താൽ ഉണ്ടാകുന്ന പ്രഷറിൻ്റെ ഡിഫറൻസ് കാരണത്താലായിട്ടും ഒക്കെ എന്താണ് ഈ പറയുന്ന വിൻഡ് പാറ്റേൺ സീസണുകൾക്കനുസരിച്ചിട്ട് മോഡിഫൈ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്, സീസണൽ വിൻഡ്സ് എന്ന് വിളിക്കുന്നത്. Then the most pronounced effect of such a shift is noticed in monsoons. അപ്പോൾ മൺസൂൺ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് വിൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ സീസണൽ വിൻഡ്. ഓക്കെ, മൺസൂൺ എന്ന് പറയുന്ന ആ വേർഡ് അതറിയാമല്ലോ. അതായത് നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സംഗതി അത് നോട്ടീസ് ചെയ്തപ്പോഴാണ് തിരിച്ചു വരുന്നു എന്നുള്ളത് നോട്ടീസ് ചെയ്തതിൽ നിന്നാണ് ആ പേരൊക്കെ വന്നത്, സീസൺസ് എന്ന് പറയുന്ന അർത്ഥത്തിൽ. സോ മൺസൂൺ ഈസ് ആക്ച്വലി എ ടൈപ്പ് ഓഫ് സീസണൽ വിൻഡ്. അപ്പോൾ നിങ്ങളിവിടെ തോന്നും മൺസൂൺ ഒരു സീസൺ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ തോന്നുന്നുണ്ടാവും. മൺസൂൺ ആക്ച്വലി ഒരു സീസൺ അല്ല. മൺസൂൺ ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് റെയിൻഫോൾ. മൺസൂണിനെ സീസൺ എന്ന് നമുക്ക് വിളിക്കാം. മൺസൂൺ ഈസ് നോട്ട് ടൈപ്പ് ഓഫ് എ റെയിൻഫോൾ. മൺസൂൺ എന്ന് പറയുന്നത് എന്താണ്, അതൊരു ടൈപ്പ് ഓഫ് റെയിൻഫോൾ അല്ല. ഓക്കെ, അപ്പോൾ റെയിൻഫോൾസ് നമുക്ക് വേറെ 3 ടൈപ്പാണ് വരുന്നത്. മൺസൂൺ ഈസ് എ വിൻഡ്. മൺസൂൺ എന്ന് പറയുന്നത് എന്താണ്, മൺസൂൺ വിൻഡാണ്. വിൻഡ് ഹാവിങ് മോയ്സ്ചർ, നല്ല രീതിയിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റുള്ള വിൻഡാണ്. അത് ഇന്ത്യയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ എന്താണ് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് വരുന്നു. അതേപോലെ തന്നെ എന്താണ് ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോഴേക്കും നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്നും വരുന്നു. ഓക്കെ, സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്നും നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്നും നമ്മൾ വിളിക്കുന്നു അതിനെ. അപ്പോൾ ഇത് വിൻഡാണ്. ഇറ്റ് ക്യാരീസ് മോയ്സ്ചർ ആൻഡ് ഇത് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയുടെ കോസ്റ്റൽ റീജിയനുകളിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ വെസ്റ്റേൺ ഗട്ട്സിൽ വന്നിട്ട് ഉയർന്നു പൊങ്ങുന്ന കാരണത്താലായിട്ട്, ഓറോഗ്രഫിക് ഇഫക്റ്റ് ഉള്ള കാരണത്താലായിട്ട്, ഓറോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്, ഓറോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു മൗണ്ടൻ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ വിൻഡ് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് പൊങ്ങാൻ നിർബന്ധിതനാവും. ഓക്കെ, സോ ഈ നീരാവി മുകളിലേക്ക് പോകുമ്പം അതെന്ത് ചെയ്യാൻ തുടങ്ങും, കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. ഇതിൻ്റെ ടെമ്പറേച്ചർ കുറയുകയൊക്കെ ചെയ്യും, എന്നിട്ട് കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ മാറുന്നുണ്ട് അവിടെ. അപ്പോൾ അത് നോർമലി സംഭവിക്കുന്നത് കൺവെക്റ്റീവ് കറൻസ് കാരണത്താലായിട്ടാണ്. ചൂട് കൊണ്ട് ഉയർന്ന് മുകളിലേക്ക് പൊങ്ങിയിട്ട് മുകളിൽ പോയിട്ട് നീരാവി ഉണ്ടാകുന്നു. സോ ദിസ് ഈസ് കോൺ ആസ് കൺവെക്റ്റീവ് കറൻസ് കാരണത്താലായിട്ട്. അപ്പോൾ കൺവെക്ഷൻ കാരണത്താലുണ്ടാകുന്ന മഴയെ നമ്മൾ കൺവെക്റ്റീവ് ടൈപ്പ് ഓഫ് റെയിൻഫോൾ എന്ന് വിളിക്കുന്നു. ഇവിടെ എന്താണ് ഒരു സ്ഥലത്തിൻ്റെ റിലീഫ് കാരണത്താലായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ഓറോഗ്രഫിക് ടൈപ്പ് ഓഫ് റെയിൻഫോൾ എന്ന് വിളിക്കുന്നു.
അപ്പം ഈ കേരളത്തിലേക്ക് മഴ എന്ന് പറയുന്നത് മൺസൂൺ സീസണിൽ ഓറോഗ്രാഫിക് ടൈപ്പ് ഓഫ് റെയിൻഫോൾ ആണ് വരുന്നത്. മൺസൂൺ ഈസ് എ ടൈപ്പ് ഓഫ് വിൻഡ് ആൻഡ് ഇത് റിവേഴ്സിൽ ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് വിൻഡ് കൂടിയിട്ടാണ്. മൺസൂൺ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ അടുത്ത ടൈപ്പ് ഓഫ് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത് ലാൻഡ് ബ്രീസസ് ആൻഡ് സീ ബ്രീസസ്. കടൽ കാറ്റും കരക്കാറ്റും. ഈ ലാൻഡ് ബ്രീസസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സീ ബ്രീസസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പ്രഷർ സെറ്റപ്പ് ആവുന്നത് ഡിഫറെൻ്റ് ആവുന്ന ഒരു കണ്ടീഷൻ പകലും രാത്രിയിലും കടലിലും കരയിലും ഉണ്ടാവുന്നുണ്ട്. സിംപ്ലി നമുക്ക് ചിന്തിക്കാം, പകൽ സമയമാണെന്ന് വിചാരിക്കുക. പകൽ സമയമാണ്. സോ ഡേ ടൈമിൽ കരയായിരിക്കും എന്തെന്ന് പറയുന്നത്, കരയ്ക്കും കടലിലും ഹീറ്റ് ഒരേപോലെ കിട്ടുന്നു. ഹീറ്റ് രണ്ടിടത്തേക്കും വരുന്നു. ഇവിടെയും എന്താണ് ഹീറ്റ് വരുന്നു. സോ കരയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാൻഡ് ഏരിയയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹീറ്റ് അപ്പ് ക്വിക്ക്ലി. കരയെന്ന് പറയുന്നത് എന്താണ്, വളരെ പെട്ടെന്ന് തന്നെ ചൂട് കൂടുന്നു. അതായത് കിട്ടുന്ന ചൂട് കരയെ പെട്ടെന്ന് നന്നായിട്ട് ചൂടാക്കുന്നു എനർജി കൊണ്ടിട്ട്. അപ്പോൾ അതിനോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന എയർ എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ചൂടാവുന്നുണ്ട്. സോ എയർ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. സോ ദർ വിൽ ബി എ ലോ പ്രഷർ ഏരിയ ക്രിയേറ്റഡ്. ഇവിടെ ഒരു ലോ പ്രഷർ ഏരിയ ക്രിയേറ്റ് ചെയ്യുന്നു. കടലിനെ സംബന്ധിച്ചിടത്തോളം കടലിൽ എന്തായിരിക്കും, അതിൻ്റെ വെള്ളത്തിൻ്റെ ഒരു ഹീറ്റ് അബ്സോർബിങ് കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതലാണ്. ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, കടലിലെ വെള്ളം ഒന്ന് ചൂടായിട്ട് വരിക. അപ്പോൾ ഒരുപാട് എനർജി അത് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വെള്ളം ചൂടാവാതെ തന്നെ അതിലേക്ക് സ്റ്റോർഡ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, വെള്ളം ചൂടാവുന്നില്ല. അപ്പോൾ ആ ഒരു ഏരിയയിൽ എന്താണ്, കമ്പാരിറ്റീവ്ലി ഹൈ പ്രഷർ ഏരിയ ആയിരിക്കും. ഒരേപോലെയല്ല പ്രഷർ വരുന്നത്. അപ്പോൾ പകൽ സമയത്ത് കര നന്നായി ചൂടാവുന്ന കാരണത്താലായിട്ട് കരയുടെ ആ ഒരു ഭാഗത്ത് ലോ പ്രഷർ ഏരിയയും ക്രിയേറ്റ് ചെയ്യുന്നു. കടലെന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കൂളർ ആയതുകൊണ്ട് അവിടെ ഒരു ഹൈ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഹൈ പ്രഷർ ടു ലോ പ്രഷർ ആയിരിക്കും എന്തെന്ന് പറയുന്നത് വിൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ അപ്വെല്ലിംഗ് ഉണ്ടാകുന്നു. അപ്പോൾ റൈസ് ചെയ്യുന്നു, മുകളിലേക്ക് പോകുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വിൻഡ് താഴേക്കായിട്ട് വന്ന് നിൽക്കുന്നു. അങ്ങനെ ഒരു സെല്ല് പോലെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ വിൻഡ് വിൽ ബി ജനറലി മൂവിങ് ഫ്രം ദ ഹൈ പ്രഷർ റീജിയൻ ടുവേർഡ്സ് ദ ലോ പ്രഷർ റീജിയൻ. സോ കടലിൽ നിന്നും കരയിലേക്കായിട്ട് പകൽ സമയത്ത് കാറ്റ് വീശുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കടൽ കാറ്റ് അഥവാ സീ ബ്രീസ് എന്ന് വിളിക്കുന്നത്. റിമെമ്പർ, പകൽ സമയത്ത് കര ചൂടാവുന്ന കാരണത്താലായിട്ട് കരയിൽ ലോ പ്രഷർ ഏരിയ ക്രിയേറ്റ് ചെയ്യുന്നു. കടലിലെ ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും വിൻഡ് കരയിലേക്ക് വരുന്നു. തണുത്ത കടൽ കാറ്റുകൾ ഉണ്ടാകുന്നു. സോ ദിസ് ഈസ് സീ ബ്രീസ്. ഇനി നമ്മൾ രാത്രി ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ലാറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടാവുന്നത് പോലെ തന്നെ പെട്ടെന്ന് ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്ത് കളയുകയും ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. അപ്പോഴെന്താണ് അവിടെ സംഭവിക്കുന്നത്, കടൽ വെള്ളത്തിനെ കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കടൽ വെള്ളത്തിൽ എന്താണ് ഒരുപാട് സമയം എടുത്തിട്ടാണ് ചൂടായതെങ്കിലും അല്ലെങ്കിൽ അല്പമെങ്കിലും ചൂടായി വന്നതെങ്കിലും ഈ എനർജി രാത്രിയിൽ വളരെ പെട്ടെന്ന് അത് റിലീസ് ചെയ്യത്തില്ല. ഓക്കെ, അത് വളരെ സ്ലോയിലായിരിക്കും കൂൾ ഡൗൺ ചെയ്യുന്നത്. അത് കടലിൻ്റെയും കരയുടെയും പ്രത്യേകതയാണ്. അപ്പോൾ കടലിൽ സമയമെടുത്തിട്ട് ചൂടാവുമ്പം കര എന്ത് ചെയ്യും, സഡനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, തണുത്തു മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തണുത്തു മാറുന്ന കാരണത്താലായിട്ട് കമ്പയറിങ് വിത്ത് ദ സീ, കമ്പയറിങ് വിത്ത് ദ ഓഷ്യൻ, കരയുടെ ഭാഗം എന്തായിരിക്കും, തണുക്കുന്ന കാരണത്താലായിട്ട് ഇത് ഹൈ പ്രഷറിലുമാവും, ഇത് ലോ പ്രഷറിലുമാവും. സോ ഇത് കമ്പാരിറ്റീവ്ലി ആണ്. അപ്പോൾ ഇത് ലോ പ്രഷറിലുമായിരിക്കും നിൽക്കുന്നത്. അത് കാരണത്താലായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ പറയുന്ന ഹൈ പ്രഷർ ലാൻഡ് ഏരിയയിൽ നിന്നും രാത്രിയിൽ ലോ പ്രഷർ കടലിലേക്കായിട്ട് കരക്കാറ്റ് വീശുന്നുണ്ട്. സോ ദിസ് ഈസ് നോൺ ആസ് ദ ലാൻഡ് ബ്രീസ്. അപ്പോൾ നിങ്ങൾ ഈ മീൻ പിടിക്കാൻ പോകുന്ന ആളുകൾ അവരുടെ ഒരു ട്രാവലിങ്ങും ഒക്കെ നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ എല്ലാ സിനിമകളിലും കണ്ടിട്ടുണ്ടാവും, പകൽ സമയത്താണ് ഇവർ മീനും പിടിച്ച് വള്ളത്തിലൊക്കെ കയറി വരുന്നതും ഒക്കെ നമ്മൾ കാണുന്നത്, അല്ലാതെ അവർ രാത്രി സമയത്തല്ല. അപ്പോൾ ഇവർ ഈ വിൻഡിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ രാത്രിയിലാണ്, ഇപ്പോൾ ചെമ്മീൻ സിനിമയ്ക്കകത്ത് രാത്രിയിലാണ് സ്രാവിനെ പിടിക്കാൻ പോകുന്നതൊക്കെ കാണിക്കുന്നത്, പകൽ കാണിച്ചാൽ പോരായിരുന്നോ. അപ്പോൾ ഇവർ പോകുന്നതെന്ന് പറയുന്നത് എന്താണ്, രാത്രി സമയങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഹൈ പ്രഷർ ലാൻഡ് ഏരിയയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു വിൻഡ് ഉള്ള കാരണത്താലായിട്ട് കടലിലേക്ക് പോകാൻ ആ സമയമായിരിക്കും. രാത്രി മീൻസ് ഒരുപാട് രാത്രി ആയതിനു ശേഷം ആ ഒരു വെളുപ്പിനെ എന്നൊക്കെ പറയുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ലേറ്റ് മിഡ് നൈറ്റ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ആ സമയത്തായിരിക്കും എന്ത് ചെയ്യുക, ഈ വിൻഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് യൂസ് ചെയ്തുകൊണ്ട് കടലിലേക്ക് പോകുന്നു. തിരിച്ചെന്താണ്, മറ്റേ സീ ബ്രീസസ് ഉണ്ടാകുന്ന ഒരു സമയമാകുമ്പോഴേക്കും തിരിച്ചെന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ച് കരയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളത്, ഏത് ഡയറക്ഷനിലാണ് വീശുന്നത് എന്നൊക്കെ ഉള്ളത്. സോ ദാറ്റ് യു ഹാവ് ടു ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് കാണാതെ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇത് ജസ്റ്റ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വർക്കിംഗ് അറിയാൻ പറ്റും. Now the next type of periodic wind is mountain and valley breezes or mountain and valley winds. So mountain and valley winds എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഡേ ആൻഡ് നൈറ്റ് ടൈമിൽ ഉണ്ടാകുന്ന സംഗതിയാണ്. അപ്പോൾ ഡയഗണലിലാണ് ഇത് സംഭവിക്കുന്നത്, ഡേയിലും നൈറ്റിലും. മൺസൂൺ നമ്മൾ കണ്ടു, ഒരു സീസണലാണ്, കുറച്ചധികം നാളുകൾ എടുത്തിട്ട് റിവേഴ്സൽ ഉണ്ടാകുന്നതാണ്.
സോ മൗണ്ടൻ ഡെയിൽ നിങ്ങളൊന്ന് നോക്കിക്കേ, മൗണ്ടൻ ഡെയിൽ എന്ന് പറയുന്നത് ഈ ഭാഗങ്ങളെല്ലാം കരയാണ്. അപ്പം കമ്പാരിറ്റീവ്ലി എന്താണ് ഈ മുകളിലുള്ള ഭാഗങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്താണ്, താഴെയുള്ള ഭാഗത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ, ഇവിടെ പ്ലെയിനായിട്ട് കടന്നിരുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് എന്താണ് ചൂട് കൂടുതലായിരിക്കും, ഇവിടെ തണുപ്പായിരിക്കും എന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും എന്താണ് ഇവിടെ എല്ലാം ചൂട് കൂടി വരുന്നുണ്ടാകും, ലാൻഡ് ഏരിയ ആണല്ലേ. അപ്പോൾ എയർ എന്ത് ചെയ്യുന്നുണ്ട്, എയർ ഈ ഭാഗങ്ങളിലെല്ലാം ചൂടായിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, എയർ ഈ ഭാഗങ്ങളിലെല്ലാം ചൂടായിട്ട് മുകളിലേക്ക് പോയതിന് ശേഷം ഇവിടെ വന്നിട്ട് എന്താണ് സെൻട്രൽ റീജിയനിൽ കൂൾ എയർ താഴേക്കായിട്ട് റീപ്ലേസ് ചെയ്തും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്, വാലിയിൽ നിന്നും മുകളിലേക്കായിട്ടെന്നുള്ളൊരു രീതിയിലേക്ക്, വാലി സൈഡിൽ നിന്നും മുകളിലേക്കായിട്ടെന്നുള്ളൊരു രീതിയിലേക്ക് വിൻഡിൻ്റെ ബ്ലോ ഉണ്ടാകുന്നുണ്ട്. സോ ദിസ് കൈൻഡ് ഓഫ് എ വിൻഡ് ഈസ് നോൺ as ആക്ച്വലി വാട്ട് കൈൻഡ് ഓഫ് എ വിൻഡ്, വാലി ബ്രീസ് ഓർ അനബാറ്റിക് വിൻഡ് എന്നും വിളിക്കാറുണ്ട്. അനബാറ്റിക് വിൻഡ്. അപ്പോൾ വാലിയിൽ നിന്നും മുകളിലേക്ക് എന്നുള്ള ഡയറക്ഷൻ, വാലിയിൽ നിന്നാണ് വിൻഡ് വരുന്നത്. അപ്പോൾ അക്കാരണത്താലായിട്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്, ഈ വിൻഡിൻ്റെ ജനറേഷൻ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്, വാലി വിൻഡ്സ് എന്ന് വിളിക്കുന്നത്. അനദർ നെയിം ഈസ് അനബാറ്റിക് വിൻഡ്. എന്നാൽ നൈറ്റ് ടൈം ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ എന്താണ് ലാൻഡുമായി ചേർന്ന് നിൽക്കുന്ന ഭാഗമല്ല, അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം കൂളാവും കമ്പയറിങ് വിത്ത് ദ അതർ പോർഷൻസ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ. അപ്പോൾ കൂളാവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ വിൻഡ് മീൻസ് എയർ ഒരു എയർ ഡ്രെയിനേജ് പോലെ നമ്മൾ എന്താണ് അതിങ്ങനെ ഗ്ലൈഡ് ചെയ്ത് താഴേക്കായിട്ട്, കാരണം ഹയർ ഡെൻസിറ്റി കൂടുതലാണ് കോൾഡർ വിൻഡിന്, അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട് ഗ്ലൈഡ് ചെയ്ത് താഴേക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് ഇവിടുത്തെ എയർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് കൂളർ വിൻഡ് താഴേക്കായിട്ട് വന്ന് നിൽക്കുന്നതിനുള്ളതാണ് ആ കൂളർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആ താഴെ മറ്റ് റീജിയണിലുള്ള വാമർ എയർ എന്ന് പറയുന്നത് എന്താണ് മുകളിലേക്കായിട്ടും മാറി നിൽക്കുന്നുണ്ടാവും. സോ ഇങ്ങനെ കൂൾ എയർ വരുന്നതിനെയാണ് ഇങ്ങനെ കൂൾ എയർ എന്ത് ചെയ്യുന്നു വാലി സൈഡിലേക്ക് വരുന്നു, മൗണ്ടൻ റീജിയണിൽ നിന്നുള്ള വിൻഡായിട്ട്, മൗണ്ടൻ്റെ ടോപ്പ് പോർഷനിൽ നിന്നുള്ള വിൻഡായിട്ട് വാലിയുടെ സൈഡിലേക്ക് വരുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, മൗണ്ടൻ വിൻഡ്സ് എന്ന് വിളിക്കുന്നു. മൗണ്ടൻ വിൻഡ്സ് ഓർ ഇറ്റ് ഈസ് അതർവൈസ് നോൺ as കെറ്റബാറ്റിക് വിൻഡ്. കെറ്റബാറ്റിക് വിൻഡ്. സീ ബ്രീസ് ലാൻഡ് ബ്രീസ് പഠിച്ച അതേ സംഗതി തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. വാമർ എയർ പകല മൗണ്ടൻ ഇങ്ങനെ നിൽക്കുന്ന കാരണത്താലായിട്ട് ആ ഭാഗങ്ങളെല്ലാം വാമർ ആവുന്നു, മൗണ്ടൻ അതേപോലെ തന്നെ ഇങ്ങനെ സ്ലോപ്പി ആയിട്ട് നിൽക്കുന്ന കാരണത്താലായിട്ട് ആ ഭാഗങ്ങളെല്ലാം കൂളർ ആവുന്നു നൈറ്റ് ടൈമിൽ. അപ്പോഴെന്താണ് എയറിന് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന മൂവ്മെൻറ്റിനെ നമ്മൾ അതിൻ്റെ പർട്ടിക്കുലർ നെയിം ഇട്ടിട്ട് വിളിക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ എന്തെന്ന് പറയുന്നത് മൗണ്ടൻ ആൻഡ് വാലി വിൻഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ലോക്കൽ വിൻഡ്സ്. ലോക്കൽ വിൻഡ്സ്, ലോക്കൽ വിൻഡ്സ് ഓർ ടെർഷറി ടൈപ്പ് ഓഫ് വിൻഡ്സ്. സോ എന്താണ് ലോക്കൽ വിൻഡ്സ് അഥവാ ടെർഷറി ടൈപ്പ് ഓഫ് വിൻഡ്സ്? സോ ഇവിടെയും എന്താണ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഓഫ് എർത്ത് സർഫസസ്. ആക്ച്വലി ഇത് തന്നെയാണ് എന്തിനേയും ഉണ്ടാക്കുന്നത്, പല സ്ഥലങ്ങളിൽ ഭൂമിയുടെ പല സ്ഥലങ്ങളിൽ കിട്ടുന്ന ചൂടെന്ന് പറയുന്നത് പലതായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ പല റീജിയണുകളിലും ചൂട് കൂടുകയും കുറയുകയും ചെയ്യുന്ന കാരണത്താലായിട്ട് അവിടെ ലോ പ്രഷർ ഹൈ പ്രഷർ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന രീതിയിലുള്ള ഒരു വിൻഡിൻ്റെ ഒരു ബ്ലോ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് വിൻഡ് ആ ഒരു പർട്ടിക്കുലർ റീജിയണിൽ മാത്രമായിട്ട് വീശുന്നുണ്ട്. അതിങ്ങനെ എന്താണ് ആനുവലി ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും, അതിങ്ങനെ വീശിക്കൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ടെർഷറി വിൻഡ്സ് അഥവാ ലോക്കൽ വിൻഡ്സ് എന്ന് വിളിക്കുന്നത്. സോ ഇത് ആ വിൻഡിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് അത് കോൾഡ്, ഡ്രൈ, വെറ്റ്, ഹോട്ട്, ഡസ്റ്റി അങ്ങനെ പല പെക്യുലാരിറ്റി ഉണ്ടാകും. അത് ആ ഒരു സ്ഥലത്തിൻ്റെ കൂടി പ്രത്യേകതയാണ് അതിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ബേസിക്കലി നമുക്കിതിനെ എന്താണ് വാമർ ആൻഡ് കോൾഡർ വിൻഡ്സ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. വാമർ ആൻഡ് കോൾഡർ വിൻഡ്സ് ഞാൻ ഈ ഒരു ഇമേജിൽ കൊടുത്തിട്ടുണ്ട് എവിടെയൊക്കെ ഏതൊക്കെ ടൈപ്പ് ഓഫ് വിൻഡ്സ് ആണ് ഉള്ളതെന്നുള്ളത്. അതിൽ തന്നെ പ്രധാനപ്പെട്ടവയൊക്കെ എന്താണ് ക്ലാസിഫൈ ചെയ്തിട്ട് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും കാണാതെ പഠിക്കാനൊന്നും നിൽക്കേണ്ട, ബോക്സിലുള്ളത് അത്യാവശ്യം അറിഞ്ഞു വെച്ചിരിക്കുക. അത് കോൾഡാണോ ഹോട്ടാണോ എന്നുള്ളൊരു രീതിയിലും കൂടിയിട്ട് അറിഞ്ഞു വെച്ചിരിക്കുക. സോ കോൾഡ് വിൻഡ്സിൻ്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത് പാമ്പറോ, ഗ്രിഗെയിൽ, ബോറ, ട്രമൗണ്ടെയിൻ, മിസ്ട്രാൽ, ബ്ലിസാർഡ് ഒക്കെയാണ്. ഫോൺ, ചിനൂക്ക്, സോണ്ട, ലൂ ഇന്ത്യയിൽ വീശുന്ന ഡ്രൈ വിൻഡാണ്. സമ്മർ സീസണിൽ ഇന്ത്യയിൽ വീശുന്ന വിൻഡാണ്. ഈ ലൂ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കുന്നതാണ്. അതുകൊണ്ട് ഓരോ വിൻഡിനെയും എടുത്ത് നമ്മൾ കീറിമുറിച്ച് ഇവിടെ പഠിക്കേണ്ട കാര്യമില്ല. ലൂ എന്ന് പറയുന്നത് സമ്മർ സീസണിൽ ഇന്ത്യയിൽ വീശുന്ന ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡാണ്. അപ്പോൾ അത് കാരണത്താലായിട്ട് എന്താണ് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും ആ ഒരു സമയം എന്നൊക്കെ പറയുന്നത്. ആ വിൻഡിൻ്റെ പ്രത്യേകത കാരണത്താലായിട്ടാണ്. ഈ വിൻഡിൻ്റെ സിറ്റുവേഷൻ എന്താണോ അതൊരു പർട്ടിക്കുലർ സ്ഥലത്തൂടെ പോയി കഴിഞ്ഞാൽ ആ കണ്ടീഷൻ ആ നാടിൻ്റെ ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം ലൂ ഒരു ഡ്രൈ വിൻഡ് ആയതുകൊണ്ട് സമ്മർ സീസണിൽ കുറച്ചുകൂടി എന്താണ് ഉള്ള ഹ്യൂമിഡിറ്റിയും കൂടെ എടുത്ത് കളയുന്ന ടൈപ്പ് ഓഫ് വിൻഡാണ്. ദെൻ സിറോക്കോ, ഹാർമറ്റൻ അങ്ങനെയൊക്കെയുള്ള വിൻഡുകളുടെ നെയിമുകൾ, ഏത് ഭാഗത്താണ് അത് ഉള്ളത് എന്നുള്ളത്, ഏത് ഭാഗത്ത് കൂടിയാണ് അത് വീശുന്നത് എന്നുള്ളത് അത് മാപ്പിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് കിട്ടാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില വിൻഡുകൾക്ക് ചില പ്രത്യേകതകൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ചിനൂക്ക് എന്ന് പറയുന്ന വിൻഡിനെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് സ്നോ ഈറ്റർ എന്നാണ്. സ്നോ ഈറ്റർ PYക്കുമാണ്. ചിനൂക്ക് റോക്കീസിൽ വെസ്റ്റേൺ ടു ഈസ്റ്റേൺ ഡയറക്ഷനിലായിട്ടാണ് വീശുന്നത്. അപ്പോൾ നോർത്ത് അമേരിക്കയിലെ ഈ ഭാഗത്തുള്ള മൗണ്ടൻ റേഞ്ചാണ് റോക്കീസ് എന്ന് പറയുന്നത്. ഈ റോക്കീസിൻ്റെ
ഈ ഭാഗത്ത് കൂടി വീശുന്ന വിൻഡാണ് എന്തെന്ന് പറയുന്നത് ചിനൂക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിനൂക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ വാം വിൻഡ്. ഈ റീജിയൻ എന്ന് പറയുന്നത് ഐസ് കവേർഡായിട്ട് കിടക്കുന്ന ഗ്ലേഷ്യർ കവേർഡായിട്ട് കിടക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഇതുവഴി ഈ വിൻഡ് പൊയ്ക്കഴിഞ്ഞാൽ അവിടുത്തെ മഞ്ഞ് മുഴുവൻ ഉരുകി പോയിട്ടുണ്ടാകും. അപ്പോൾ ഈ വിൻഡ് വീശി ഇപ്പുറത്ത് എത്തുമ്പോഴേക്കും അവിടുത്തെ മഞ്ഞിനെ മുഴുവൻ അത് ഇല്ലാതാക്കിയത് കൊണ്ടാണ് അതിനെ സ്നോ ഈറ്റർ എന്ന് പറയുന്ന പേര് കൊണ്ട് വിളിക്കുന്നത്. ദെൻ സിറോക്കോ എന്ന് പറയുന്ന വിൻഡ്. സിറോക്കോ എന്ന് പറയുന്ന വിൻഡ് എന്ന് പറയുന്നത് സഹാറയുടെ ഭാഗത്ത് നിന്നും മെഡിറ്ററേനിയനിലേക്ക് വീശുന്ന വിൻഡാണ്. ഓക്കെ, അപ്പോൾ ഈ സഹാറയുടെ ഭാഗത്ത് നിന്ന് മെഡിറ്ററേനിയനിലേക്ക് വീശുന്ന ഈ സിറോക്കോയുടെ പ്രത്യേകത എന്താണെന്ന് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ബ്ലഡ് ഡ്രെയിൻ എന്ന് പറയുന്ന ഒരു സംഗതിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പറയാറുണ്ട്. അപ്പോൾ ചോദ്യം അങ്ങനെ തന്നെ എക്സ്പെക്ട് ചെയ്യുക, ബ്ലഡ് ഡ്രെയിൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ടൈപ്പ് ഓഫ് ലോക്കൽ വിൻഡ് ഗിവൺ ബിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സിറോക്കോയെ നമ്മൾ കണക്ട് ചെയ്യണം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹാറൻ മരുഭൂമിയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡസ്റ്റസും എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് മെഡിറ്ററേനിയൻ്റെ ഭാഗത്ത് എത്തുമ്പോഴേക്കും മഴ പെയ്യും. അപ്പോൾ ഈ മഴയ്ക്കകത്ത് ഈ പറയുന്ന ഡസ്റ്റസ് എല്ലാം കൂടെ മിക്സ്ഡ് ആയിരിക്കും, റെഡ് കളർ റെയിൻഫോൾ ആയിരിക്കും ഉണ്ടാകുന്നത്. സോ ദാറ്റ്സ് കോൾഡ് ഈ പറയുന്ന ആ ഒരു പേര് അസോസിയേറ്റ് ചെയ്യാനുള്ള കാര്യം. ഓക്കെ, ബ്ലഡ് ഡ്രെയിൻ എന്ന് പറയുന്ന ഒരു പേര് അസോസിയേറ്റ് ചെയ്യാനുള്ള റീസൺ അതാണ്. ദെൻ ഹർമറ്റൻ, അതും എഗെയിൻ എന്താണ് സഹാറൻ ഭാഗത്ത് നിന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ഒരു ഡയറക്ഷനിലാണ് വീശുന്നത്. ഓക്കെ, ഈ ഹർമറ്റൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡോക്ടർ എന്നുള്ളൊരു രീതിയിൽ വിളിക്കാറുണ്ട് ഈ ഒരു ഹർമറ്റൻ എന്ന് പറയുന്ന ഈ ഒരു വിൻഡിനെ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലൈമറ്റ് എന്താണ് കുറച്ചുകൂടെ നല്ലതാക്കി കൊടുക്കുന്നതിന് ഈ പറയുന്ന ഹർമറ്റൻ വിൻഡ് ആ റീജിയണിൽ വീശുമ്പം അങ്ങനെ കൂടി നമ്മൾ ആ ഒരു എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കാരണത്താലായിട്ടാണ് അത് എന്തെന്ന് പറയുന്നത് കുറേയധികം ഡിസീസസിനെയൊക്കെ എന്താണ് ഇപ്പം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ അത്യാവശ്യം മോയ്സ്ചർ കണ്ടൻറ്റ് നിന്നിരുന്ന സ്ഥലമായിരുന്നു ഈ ഹർമറ്റൻ വീശാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ഈ വിൻഡ് വരുമ്പോൾ കുറച്ച് ഡ്രൈ ആണ്. അപ്പോൾ ആ ഡ്രൈ ആയിട്ടുള്ള വിൻഡ് വരുമ്പോൾ എന്താണ് ആ ഭാഗങ്ങളിൽ മോയ്സ്ചർ കണ്ടൻറ്റ് കുറച്ച് കുറയാനൊക്കെ അത് കാരണമാകും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ആ ഒരു പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ലോക്കൽ വിൻഡ്സ് എന്ന് പറയുന്നത്. ഇതിനും അപ്പുറത്ത് ഇമേജിൽ കൊടുത്തിട്ടുള്ള വിൻഡുകളും വരുന്നുണ്ട്. പക്ഷേ കോമൺലി ഇതൊന്നും എക്സാമുകൾക്ക് ചോദിച്ചു വരുന്നില്ല. ചിനൂക്ക് ചോദിക്കാറുണ്ട്, ലൂ ചോദിക്കാറുണ്ട്, സിറോക്കോ, ഹാർമറ്റൻ ചോദിക്കാറുണ്ട്, മിസ്ട്രാൽ, ബോർ, അതായത് ഈ കോൾഡ് വിൻഡുകൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് കോൾഡ് വിൻഡുകൾ എന്ന് പറഞ്ഞിട്ട് ഇത്രയും പേരുകൾ എടുത്ത് ചോദിക്കും. പക്ഷേ നമുക്ക് എക്സാമിന് ഇപ്പോൾ സ്നോ ഈറ്റർ എന്ന് പറയുന്ന പേരാണെങ്കിലും ലൂ എന്ന് പറയുന്ന പേരാണെങ്കിലും സിറോക്കോ, ഹാർമറ്റൻ ഇതൊക്കെ അതിൻ്റേതായ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് അതും ചോദിക്കാറുണ്ട്. അപ്പോൾ ഏതൊരു ഭാഗത്ത് ഇത് വീശുന്നുണ്ട്, എന്താണ് അതിൻ്റെ എന്തെങ്കിലും പ്രത്യേകത, ഇതൊരു കോൾഡാണോ വാമിൻ്റാണോ അങ്ങനെയൊക്കെയുള്ള ഒരു തരത്തിൽ എന്താണ് ഇതിനെ ക്ലാസിഫൈ ചെയ്ത് അറിഞ്ഞു വെച്ചിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ പറയുന്ന ലോക്കൽ വിൻഡ്സിൽ നിന്നും ചെയ്യാനുള്ളത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ കൂടിയിട്ടാണ്. അതുകൊണ്ട് ഫാക്ച്വൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അറിയേണ്ടതുകൊണ്ട് ബൈഹേർട്ട് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. കോൾഡ് വിൻഡും വാം വിൻഡും ഏതൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് the types of winds. Now the last set is variable wind. 4 അല്ലേ പറഞ്ഞിരുന്നത്, അതിലെ ലാസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് വേരിയബിൾ വിൻഡ്സ് ആണ്. സോ വേരിയബിൾ വിൻഡ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഒരു ലോ പ്രഷറിന് ചുറ്റും സർക്കുലേറ്റ് ചെയ്ത് വിൻഡ് വന്ന് കയറുമ്പം ഈ റീജിയണിൽ എന്താണ് ഒരു സൈക്ലോണിക് കൈൻഡ് ഓഫ് സർക്കുലേഷനാണ് ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞു. ഒരു ലോ പ്രഷർ അതിന് ചുറ്റും വിൻഡ് മൂവ് ചെയ്ത് വരുമ്പം ഒരു സൈക്ലോണിക് സർക്കുലേഷനാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എന്താണ് ഒരു ഹൈ പ്രഷർ റീജിയൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും പുറത്തേക്കാണ് വിൻഡ് പോകുന്നത്. അപ്പോൾ പുറത്തേക്ക് പോകുന്ന വിൻഡിൻ്റെ ഡിഫ്ലക്ഷനും റൈറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. നോർത്തേൺ ഹെമിസ്ഫിയറിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതെന്താണ് അവിടെയും എന്താണ് ഒരു സൈക്ലോണിക് സർക്കുലേഷനാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞത്. സോ ദിസ് സൈക്ലോൺ ആൻഡ് ആൻറ്റി സൈക്ലോണിക് കൈൻഡ് ഓഫ് വിൻഡ് മൂവ്മെൻറ്റ് ഈസ് കോൾഡ് ആസ് വേരിയബിൾ വിൻഡ്സ്. ഓക്കെ, അതൊരു വളരെ ഷോർട്ട് ഡ്യൂറേഷനിലേക്ക് മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റിയും വേരിയേഷനും ഒന്നും നമുക്ക് എപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും നിർബന്ധമൊന്നും അത് പറ്റണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ എന്താണ് കുറച്ച് സമയത്തേക്ക് മാത്രം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളിലേക്ക് മാത്രമൊക്കെ ആയിട്ട് സെറ്റപ്പ് ആവുന്ന ടൈപ്പ് ഓഫ് വിൻഡാണ്. അത് വേരി ചെയ്യുന്നത് കൊണ്ട് അതിനെ നമ്മൾ വേരിയബിൾ വിൻഡ് എന്നുള്ളൊരു രീതിയിൽ പറയുന്നു. അതിൻ്റെ എക്സാമ്പിൾ സൈക്ലോൺസ് ആൻഡ് ആൻറ്റി സൈക്ലോൺസ് ആണ്. ആൻഡ് അതിൽ തന്നെ സൈക്ലോൺസ് ആൻഡ് ആൻറ്റി സൈക്ലോണിക് കൈൻഡ് ഓഫ് സർക്കുലേഷൻ ആണ്. അതിൽ തന്നെ നമ്മൾ സൈക്ലോൺസ് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അത് ആ ഒരു ഏരിയയിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ടൈപ്സ് ഓഫ് വിൻഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 4 സെറ്റാണ്. ആ 4 സെറ്റിൻ്റെ അണ്ടറിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഭാഗം ഡിസ്കസ് ചെയ്യേണ്ടതില്ല, കാരണം ഇത് നെക്സ്റ്റ് ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷനിൽ വരേണ്ടതാണ്. സോ ഇത് ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് വിൻഡ്സ് ആൻഡ് ദിസ് ഈസ് ദ വേരിയബിൾ വിൻഡ്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഈ പറയുന്ന എല്ലാ ഭാഗത്തു നിന്നും ഈ പറയുന്ന 4 ടൈപ്പിൽ നിന്നും റെഗുലറായിട്ട് ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ 4 ടൈപ്പും നന്നായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇതിനകത്തുള്ള പല കാര്യങ്ങളും തുടർന്ന് അങ്ങോട്ട് വരുന്ന പോർഷൻസിലും റിപ്പീറ്റഡ് ആയിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ട ഭാഗം കൂടിയിട്ടാണ്. സോ ബേസിക് ഐഡിയ നന്നാക്കി വെച്ചിരിക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ടോപ്പിക്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു ഓൾ. ഹാപ്പി ലേണിംഗ്.